السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي جعل الصيام جنة وسببا موصلا إلى الجنة ورياضة للنفوس المطمئنة. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا اغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സമാദരണീയരായ പണ്ഡിതന്മാരെ, ഈ മഹല്ലിനെ ഇത്ര ദീനീയ ചൈതന്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിൽ നേതൃപരമായ പങ്ക് വഹിക്കുന്ന ഏറെ ആദരണീയരായ ഉമറാക്കളെ, ആത്മീയത തളംകെട്ടി നിൽക്കുന്ന ഈ അനുഗ്രഹീതമായ മജ്ലിസിൽ അല്ലാഹുവിന്റെ ഭവനത്തിന്റെ വളരെ മഹത്തായ ഈ അങ്കണത്തിൽ പടച്ച റബ്ബിന്റെ പൊരുത്തവും ആത്മീയമായ ഉത്കർഷവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള രക്ഷിതാക്കളെ, ജ്യേഷ്ഠനുജ സഹോദരങ്ങളെ, ഉമ്മ പെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, എന്നെ ശ്രവിക്കുന്ന സഹൃദയ സഹോദര സഹോദരിമാരെ, ഏറെ സന്തോഷത്തോടുകൂടെയും അതിലേറെ ചാരിതാർത്ഥ്യത്തോടുകൂടെയുമാണ് നിങ്ങളെ ഈ വിനീതൻ അഭിസംബോധന ചെയ്യുന്നത്. കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ജീവിതത്തെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിച്ചു എന്നതിന്റെ ഏറ്റവും അപകടകരമായ ഒരു അനുഭവമാണ് ആത്മീയ സദസ്സുകളിൽ നിന്ന് ആളുകൾ മാറി നിന്നു എന്നുള്ളത്. എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയപ്പോ മനുഷ്യ സാന്നിധ്യം അത്രമേൽ അനിവാര്യമല്ല എന്നൊരു ധാരണയിലേക്ക്, തെറ്റുധാരണയിലേക്ക് നമ്മുടെ മനസ്സും ജീവിതവും ചെന്നുചാടിയതിന്റെ വലിയ അപകടം നമ്മൾ നേരിട്ടത് ഇത്തരം ആത്മീയ സദസ്സുകളിൽ നിന്ന് മനുഷ്യ സാന്നിധ്യം, വിശ്വാസികളുടെ സാന്നിധ്യം കുറഞ്ഞു വന്നു എന്നുള്ളതായിരുന്നു.
അതിനുള്ള ഒരു നല്ല തിരുത്തായി ഈ മഹല്ല് കേന്ദ്രീകരിച്ചുകൊണ്ട് എന്റെ ഗുരുതുല്യനായ സഹോദര തുല്യനായ പണ്ഡിത സുഹൃത്ത് നമ്മുടെ മഹല്ല് ഖാളി ബഹുമാനപ്പെട്ട ഉദവി ഉസ്താദിന്റെ കാർമ്മികത്വത്തിൽ ഇവിടെയുള്ള മഹല്ല് ഭാരവാഹികൾ, ചെറുപ്പക്കാരും സഹോദരങ്ങളും സഹോദരിമാരും ചേർന്ന് നിന്ന് ഇവിടെ നടക്കുന്ന ആത്മീയവും വിദ്യാഭ്യാസപരവും ജീവകാരുണ്യപരവുമായ നിരവധി പ്രവർത്തനങ്ങളുടെ സപര്യയാണ്, തുടർച്ചയാണ് ഇവിടെ വിതരണം ചെയ്യപ്പെട്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ വിളംബരം ചെയ്ത കാര്യങ്ങളും വരാനിരിക്കുന്ന ഷവ്വാലിനോട് അനുബന്ധിച്ച് നടത്തേണ്ട മുന്നൊരുക്കവും റമദാനിന്റെ മുന്നൊരുക്കവും ഇവിടെ ബഹുമാന്യനായ ഉദവി വളരെ ഔചിത്യത്തോടെ നിങ്ങൾ അറിയിക്കുകയുണ്ടായി. റമദാനിൻ നമ്മുടെ നാട്ടിലൊക്കെ നനച്ചുളി എന്ന് പറയുന്നത്, അങ്ങനെ പറയുമെന്ന് അറിയില്ല അല്ലേ? എല്ലാ ഫർണിച്ചറുകളൊക്കെ കഴുകും, തുണിയൊക്കെ ഒന്ന് നനച്ചെടുക്കും, സാധിക്കുന്നവരൊക്കെ ഒന്ന് റീപെയിന്റ് ചെയ്യും. മാറ്റാൻ പറ്റുന്നതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് വീടിന്റെ അകവും പുറവും ഒക്കെ ഒന്ന് നനച്ചു കുളിച്ച് വൃത്തിയാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. എന്നാൽ പുറം മാത്രം മിനുക്കിയാൽ പോരാ, നമ്മുടെ അകത്തെ ഒന്ന് നനച്ചു കുളിപ്പിച്ചെടുക്കാൻ, ഹൃദയത്തിന്റെ കൈത്തരം നിവർത്തി വിശുദ്ധ റമളാനെ സ്വീകരിക്കാൻ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലിന് അനിവാര്യമാണ്, ആവശ്യമാണെന്ന തിരിച്ചറിവിലാണ് മഹാന്മാരായ സ്വഹാബുൽ ബദറിന്റെ നാമം ഉച്ചരിച്ച് യാസീൻ ഓതി ദുആ ചെയ്ത് ഷെയ്ഖുന ചെറുമോത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയ്ക്ക് കാത്തിരിക്കുന്നതിനിടയിലാണ് ഒരു ചെറിയ നസീഹത്തുമായി ഈ വിനീതൻ കടന്നു വരുന്നത്. ഈ പരിപാടിക്ക് പ്രധാനമായ 3 ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഈ വിനീതൻ കാണുന്നത്. ഒന്ന്, ആഗതമാകുന്ന റമളാനിനെ സ്വീകരിക്കാൻ വിശ്വാസി ഹൃദയങ്ങളിൽ ഒരു സന്നദ്ധത, ഒരു ഉണർത്തൽ, ഒരു തംബീഹ് അത് നൽകുക എന്നുള്ളതാണ്. ഇത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശീലമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന വിശാലമായ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറയാ, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ. ശഅബാനിന്റെ അവസാന ദിനത്തിൽ മദീന പള്ളിയുടെ അങ്കണത്തിൽ വിളിച്ചു ചേർത്ത് സഹാബാ കിറാമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രൗഢമായ ഒരു പ്രസംഗം നടത്തി. ഹബീബായ തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മാലോകരെ, ജനങ്ങളെ, ഖദ് അദല്ലക്കും ശഹ്റുൻ അലീമും മുബാറക്, വളരെ അനുഗ്രഹീതവും വളരെ ഗംഭീരവുമായ ഒരു വിശുദ്ധ മാസം നിങ്ങൾക്ക് തണൽ വിരിച്ചെത്താൻ പോവുകയാണ്, തണൽ വിരിച്ചിരിക്കുന്നു. എന്നിട്ട് വിശുദ്ധ റമളാനിന്റെ സവിശേഷതകൾ എണ്ണിപ്പറയാൻ തുടങ്ങി മുഹമ്മദ് മുസ്തഫ. ആ അനുഗ്രഹീതമായ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മർഹബൻ യാ ശഹ്റു റമളാൻ, റമളാനിന്റെ അമ്പിളിക്കേറ് വാനലോകത്ത് പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുമ്പ് ഹൃദയങ്ങളെ കൊണ്ട് റമളാനെ സ്വീകരിക്കാനുള്ള സന്നദ്ധത ഉറപ്പാക്കാൻ ഈ മനോഹരമായ മസ്ജിദിന്റെ മിനാരത്ത് സാക്ഷി നിർത്തിക്കൊണ്ട്
അള്ളാഹുവിന്റെ ഭവനത്തിന്റെ തിരുമുറ്റത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടി അല്ലാ, ഞങ്ങൾ സന്നദ്ധരാണ്, ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ സ്വീകരിക്കാൻ സജ്ജരാണ് റബ്ബേ എന്ന് വിളംബരം ചെയ്യും ഒരു മജ്‌ലിസാണിത്. ഇതിന് വലിയ പ്രത്യേകതയുണ്ട്. ഇൻഷാ അല്ലാഹ് റമളാനുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർമ്മപ്പെടുത്താം. ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്തായ കർമ്മമാണ് എന്ന് നാം മനസ്സിലാക്കുക. രണ്ടാമത്തേത് പ്രാർത്ഥനയാണ്. നമ്മളെല്ലാം നീറുന്ന നൂറ് പ്രശ്നങ്ങളുടെ നീർച്ചുടിയിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. സമ്പത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളും അതിന്റെ പറുദീസയിൽ അതിന്റെ സുഖലോലുപതയുടെ പട്ടുമെത്തയിൽ കഴിയുമ്പോഴും മനസ്സിനുള്ളിൽ ആദിയാണ്, വേദനയാണ്, വിഭ്രാന്തിയാണ്, ഭയമാണ്, അസ്വസ്ഥതയാണ്. ഓരോ ദിവസവും വാർത്താമാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ തരുന്ന വിവരങ്ങളെല്ലാം നമ്മെ അസ്വസ്ഥമാക്കുകയാണ്. പണം മുടക്കിയ സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊടുത്ത് ക്യാമ്പസുകളിലേക്ക് പറഞ്ഞയക്കുന്ന നമ്മുടെ മക്കളെ കയ്യിൽ തിരിച്ചു വരുമ്പോ പേനയ്ക്ക് പകരം കടാരയാകുമോ? പുസ്തകത്തിന് പകരം എന്റെ തല തച്ചുടക്കുന്ന ചുറ്റികയാകുമോ? അവരുടെ കയ്യിൽ അനുവദനീയമായ പാനീയങ്ങൾക്ക് പകരം നിഷിദ്ധമായ മദ്യമയക്കുമരുന്നിന്റെ അപകടകരമായ പ്രവണതകളാകുമോ? നമ്മുടെ മനസ്സും ജീവിതവും ഒരുപോലെ വേദനിക്കുന്ന, പേടിപ്പെടുത്തുന്ന വിവരങ്ങളാണ്. അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, എന്തിനേറെ പറയണം, ഗൃഹാന്തരങ്ങളിൽ, വീടിന്റെ അകത്തളങ്ങളിൽ പോലും നമുക്ക് സമാധാനമായി സ്വസ്ഥമായി അന്തിയുറങ്ങാൻ കഴിയാത്ത ഒരിടത്തിലേക്ക് സൗകര്യങ്ങളുടെ, സമൃദ്ധികളുടെ അതിപ്രസരം നമ്മെ എത്തിക്കുന്നു. ഈ സഹോദരങ്ങളെ നന്മയൊന്ന് ഓർമ്മപ്പെടുത്താൻ നമ്മുടെ ആദിരാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ ദർബാറിൽ സമർപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ ആയുധം. എല്ലാം തളരുമ്പോ, സ്വന്തമായി കഴിയില്ലെന്ന് തോന്നുമ്പോഴും, സ്വന്തമാക്കാൻ തന്റെ കയ്യിലുള്ള സംവിധാനത്തിന് കഴിയാതെ പോകുമ്പോഴുമാണ് നമ്മൾ ആയുധമെടുക്കാറുള്ളതെങ്കിൽ, ആയുധം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹ് നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങളുണ്ട്, മാനസിക ക്ലേശങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, സാമൂഹികമായ വിഷയങ്ങളുണ്ട്, രാജ്യാന്തരമായ പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായ നൂറ് പ്രശ്നങ്ങളുണ്ട്. പരിഹരിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ. ഞങ്ങളോട് നീ പറഞ്ഞത് സലൂനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം, നിങ്ങളുടെ സമീപസ്ഥനാണ് ഞാനെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രശ്നങ്ങൾ പറയുകയാണ്. അതുപോലെ നമ്മൾ മൺമറഞ്ഞു പോയ നമ്മുടെ പൊന്നുമ്മ നമ്മോടൊപ്പം ഇല്ലാത്തവരുണ്ട്. നമ്മൾക്ക് വേണ്ടി ഉരുകിത്തീർന്ന ജീവിതങ്ങൾ, നമ്മുടെ ഉപ്പമാർ ആറടി മണ്ണിനുള്ളിൽ കിടക്കുന്നവരുണ്ട്. സ്നേഹിച്ചവർ, സഹായിച്ചവർ, കൂടെ കഴിഞ്ഞവർ, ഉറ്റവർ, ഉടയവർ, ബന്ധുക്കള്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര് പലരും ആറടി മണ്ണിനുള്ളിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരാൾ മരിച്ചു ഖബറിലെത്തിക്കഴിഞ്ഞാൽ നിലയില്ലാത്ത വെള്ളത്തിൽ വീണുപോയ ഒരാൾ നീന്തി കരപറ്റാൻ കഴിയാതെ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി മരിക്കാൻ പോകുമ്പോ ആ കയ്യിലേക്ക് ഒരു പിടിവള്ളി എറിഞ്ഞു കൊടുത്താൽ, കയ്യിലേക്ക് ഒരു കയറ് കിട്ടിയാൽ, ഒരു കൈപ്പത്തി കിട്ടിയാൽ, അയാൾ കരകയറുമ്പോ അയാളുടെ മനസ്സിൽ എത്രമേൽ ആനന്ദമുണ്ടോ, എത്രമേൽ ആശ്വാസമുണ്ടോ, അത്ര കണ്ട് ഖബറിനരികത്ത് ചെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ കിടക്കുമ്പോ, ഉപ്പ കിടക്കുമ്പോ, ഉസ്താദ് കിടക്കുമ്പോ, ജേട്ടൻ, അനുജൻ, ഭാര്യ, ഭർത്താവ് ഖബറിന്റെ ഉള്ളിലാ ഇരുട്ടറയിൽ കഴിയുമ്പോ അവിടെ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മീ എന്നൊന്ന് വിളിച്ചു പറയാൻ, അവരുടെ പേരിൽ ഫാത്തിഹ ഓതാൻ ഇവിടെ കിടക്കുന്ന, ഇവിടെ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് ആളുകള് ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുവേ ഈ മിനാരങ്ങൾ പടുത്തുയർത്തിയ, ഈ മസ്ജിദിന് അങ്കണമൊരുക്കിയ, ഈ നാട്ടിൽ ഈ ചൈതന്യ പ്രവർത്തനങ്ങൾക്ക് നാളിന്ന് വരെ നേതൃത്വം നൽകിയ ഞങ്ങളാക്കിയ പലരും ആറടി മണ്ണിലുണ്ട്. അല്ലാഹ്
അവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. അവരുടെ ഖബറിടം സ്വർഗമാക്കണേ റബ്ബേ. അതിൽ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പൊന്നുമ്മയുണ്ട്. അല്ലാഹുവേ, എന്റെ വിശപ്പടക്കാതെ ഒരു പിടി ഭക്ഷണം വയറ്റിലേക്ക് വായിലേക്ക് കൊണ്ടുപോകാത്ത എന്റെ ഉമ്മ, പടച്ചവനെ, ഞാനൊന്നു കരഞ്ഞാൽ 1000 തവണ കരയുന്ന എന്റെ ഉമ്മ, ഞാൻ എന്റെ വീട്ടിലേക്ക് എത്താതെ കണ്ണിൽ ഉറക്കമണയാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ വരാതെ അവസാന വിളക്കണയാതെ എനിക്ക് വേണ്ടി കാത്തിരുന്ന എന്റെ പുന്നാര ഉമ്മ, എന്റെ സ്നേഹത്തിലും എന്റെ സന്തോഷത്തിലും എന്റെ സൗകര്യങ്ങളിലും ഈ പ്രപഞ്ചത്തിൽ മറ്റാരെക്കാളേറെ ആനന്ദിക്കുകയും അഭിമാനിക്കുകയും ചെയ്ത എന്റെ പുന്നാര ഉമ്മ ഖബറിലാണ് റബ്ബേ. എന്നെ 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പെറ്റ് പോറ്റി വളർത്തിയ പുന്നാര ഉമ്മ ഖബറിലാണ് റബ്ബേ. ആ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, എന്റെ പ്രിയപ്പെട്ടവരുടെ ഖബറിടം സ്വർഗമാക്കണേ അല്ലാ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ ഇത്രയും ആളുകളെ മഹത്തായ നഗരിയിൽ ഒരുമിച്ച് കൂടുമ്പോ അതിലേറെ ആനന്ദം എന്താണ്? അതുപോലെ നമ്മൾക്ക് ഈ സൗകര്യങ്ങളെല്ലാം നൽകി ഒരുക്കി തന്ന നമ്മുടെ പ്രവാസികളുടെ വിയർപ്പാം. ഒരു 10-40 കൊല്ലം കൊണ്ടാണ് നമ്മുടെ ഇത്രമേൽ മാറിയത്. ഇതെല്ലാം നമ്മുടെ നാട്ടിലൊഴുക്കിയ വിയർപ്പിന്റെ ഗുണഫലങ്ങൾ മാത്രമല്ല. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കടൽ കടന്നുപോയി മണലാരണ്യത്തിൽ 14, 16, 18 മണിക്കൂർ കഷ്ടപ്പെട്ടു. ഇന്നിവിടെ കൂടിയ നല്ലൊരു ശതമാനം ആളുകളും പ്രവാസം അവസാനിപ്പിച്ചതല്ലെങ്കിൽ അതിന്റെ ഇടയിൽ വന്നുകൊണ്ട് നാട്ടിൽ മക്കളോടൊപ്പം കഴിയുന്നവരാവാം. നമ്മുടെ പള്ളി മിനാരത്തിന് ഇത്രമേൽ പ്രൗഢിയുണ്ടായത്, നമ്മുടെ മദ്രസയ്ക്ക് നല്ല കെട്ടിടമുണ്ടായത്, നമ്മൾ താമസിക്കുന്ന വീടിൽ ഇത്രമേൽ സൗകര്യങ്ങൾ ഉണ്ടായത്, നമ്മൾ ധരിക്കുന്ന വസ്ത്രവും കടിക്കുന്ന അന്നവും മക്കളുടെ വിദ്യാഭ്യാസവും രക്ഷിതാക്കളുടെ ചികിത്സയും ഒക്കെ നമുക്ക് പ്രാപ്യമായത് നമ്മുടെ നാട്ടിലെ വിഭവങ്ങളുടെ നാണയത്തുട്ടുകളുടെ ഫലം മാത്രമല്ല. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ മെഴുകുതിരി പോലെ മണലാരണ്യത്തിൽ ചെന്ന് ഉരുകി തീർന്നപ്പോ ഇറ്റി വീണ അവരുടെ വിയർപ്പ് തുള്ളികൾ ദിർഹമുകളായി, ദീനാറുകളായി, റിയാലുകളായി നമ്മുടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം സാധ്യമാകുമ്പോ നമ്മൾ അവിടെ മറക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ സദസ്സ് ഉപയോഗിക്കണോ. അതുപോലെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും സപ്തവൻകരകളിലോ പീഡന പ്രയാസം അനുഭവിക്കുന്ന, കട്ടനട്ടങ്ങൾ അനുഭവിക്കുന്ന ഈ ഉമ്മത്തിന്റെ പ്രതിനിധികളുണ്ട്. ഫലസ്തീനിന്റെ മണ്ണിൽ നിന്നും ചോരമണക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പട്ടിണി കിടന്നുകൊണ്ട് ദുരിതമനുഭവിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അന്തസ്സോടെ തലയുയർത്തി നിൽക്കാൻ ഈ ഉമ്മത്തിന് കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോ ലോകത്തിന്റെ നാനാഭാഗത്തും പീഡിത വർഗമായി ഉമ്മത്ത് മാറുമ്പോ, അല്ലാഹുവേ, നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ലോകത്തെവിടെയാണെങ്കിലും വിശ്വാസ ഉറച്ച ശരീരം പോലെയാ. കാൽച്ചുവട്ടിൽ മുള്ളു തറച്ചാൽ കണ്ണിൽ കണ്ണുനീര് വരും. ശരീരത്തിന്റെ അവയവങ്ങൾ പരസ്പരം സഹകരിക്കുന്നത് പോലെ നിങ്ങൾ എവിടെയാണെങ്കിലും ഒന്നാണ് റബ്ബേ. പീഡിത സമൂഹത്തിന് ആശ്വാസം നൽകണേ അല്ലാഹ്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم ايد الاسلام والمسلمين. اللهم دمر اعداءك واعداء الدين. اللهم اخر اعيننا باعاده مسجد الاقصى الى بلاد المسلمين. اللهم دمر اسرائيليين يا رب العالمين. اللهم دمر سربيين يا رب العالمين. اللهم دمر صهيونيين يا رب العالمين. ربنا عليك توكلنا وإليك أنبنا وإليك المصير. നമുക്ക് വേണ്ടി, നമ്മിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി, നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി, ലോകത്തെവിടെയാണെങ്കിലും കട്ടനട്ടങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ ഉമ്മത്തിനു വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാനുള്ള വേദിയാണ്. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. മഹാനായ ശൈഖുന ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിലെത്തും. ഖൽബുകൊണ്ട് ആമീൻ പറയാൻ ഈ ശഅബാനിന്റെ അവസാനത്തെ അനുഗ്രഹീതമായ രാവിലിരുന്ന് അല്ലാഹുവേ, ഞങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകണേ റബ്ബേ എന്നൊന്ന് പറയാൻ, പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. അതുപോലെ ഇത്തരം സദസ്സുകൾ, ഇത്തരം ഉദ്ബോധനങ്ങൾ, ഇത്തരം പരിപാടികൾ കഴിഞ്ഞു പോകും. അതിനൊരു ബാലൻസ് ഷീറ്റ് വേണം.
നമ്മുടെ പള്ളിയിൽ അത് അടയാളപ്പെടുത്തണം, നമ്മുടെ മദ്രസയിൽ അത് അടയാളപ്പെടുത്തണം, നമ്മുടെ മഹല്ലിൽ അത് അടയാളപ്പെടുത്തണം. സർവോപരി നമ്മുടെ ജീവിതത്തിന് ഒരു ബാലൻസ് ഷീറ്റ് വേണം. ഇന്നലെ വരെ ഞാൻ ചെയ്യാത്ത ഒരു നന്മയെങ്കിലും അല്ലാഹ് ഈ നിമിഷത്തിന്റെ സ്വാധീനം കൊണ്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. പടച്ചവനെ, ഈ നിമിഷം വരെ എന്റെ ജീവിതവും മനസ്സുമായി പിണഞ്ഞു പോയ ഏതെങ്കിലും ഒരു തെറ്റിനോടെങ്കിലും രാജിയാവാൻ ഇനി ഞാനത് ചെയ്യില്ല റബ്ബേ എന്ന ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഈ സദസ്സ് ധന്യമാണ്. ഈ 3 ലക്ഷ്യങ്ങളും സാക്ഷാത്കരിച്ചുകൊണ്ട് വേണം നമ്മൾക്ക് ഇന്നത്തെ മജ്‌ലിസ് അവസാനിപ്പിക്കാൻ. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു വോൾട്ടേജ് കമ്മിയുണ്ട്, എന്താണെന്ന് അറിയില്ല. ഒന്ന് ഖൽബുകൊണ്ട് ആമീൻ പറയാം. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഉദയസ്ഥാനോട് ചോദിച്ചു ഞാൻ എന്താ പറയേണ്ടത്. എന്നോട് പറഞ്ഞത് റമളാൻ ഒരു മുന്നൊരുക്കം, ഒരു പ്രിപ്പറേഷൻ അല്ലേ, അതിനുള്ള ഒരു അവയർനെസ്, ചെറിയ ഒരു ഉത്ബോധനം നൽകാനാണ്. റമളാൻ 2 കാര്യങ്ങളെ കൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വിളംബരം ചെയ്തിട്ടുണ്ട്. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആന്റെ മഹത്വം അത് റമളാനിലായി എന്നുള്ളതാണ്. റമളാനിന്റെ മഹത്വം ആ റമളാനിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. റമളാൻ എന്ന് പറയുന്ന പദം പോലും അങ്ങനെയാണ്. റമളാൻ എന്നതിന്റെ ഒരർത്ഥം കരിച്ചു കളയുന്നത് എന്നാണ്. തെറ്റുകുറ്റങ്ങളിൽ മുഴുകി പാപപങ്കിലമായ ജീവിതം നയിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ തെറ്റിന്റെ അംശങ്ങളുടെ മുഴുവനും കരിച്ചുണക്കി നന്മയുടെ പുതിയ നാമ്പെടുക്കാൻ സഹായിക്കണം റമളാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരർത്ഥം പുതുമഴ എന്നാണ്. വേനൽ ചൂടിന്റെ കാഠിന്യം കൊണ്ട് പൊടിപടലങ്ങളും ചപ്പ് ചവറുകളും കുമിഞ്ഞുകൂടുന്ന ഭൂതലത്തിൽ, ഭൗമോപരിതലത്തിൽ തിമർത്ത് പെയ്യുന്ന ഒരാദ്യ മഴ ഇല്ലേ, അതൊരു കൗതുകമുണ്ടാക്കും. ആ പൊടിപടലങ്ങളും ചപ്പുചവറുകളെല്ലാം കുത്തൊലിച്ചു പോയി ഹരിതാമയമായി നന്മയുടെ 1000 നാമ്പെടുക്കുന്ന, ഒരുപാട് തളിരെടുക്കുന്ന ഈ പ്രപഞ്ചത്തെ, നമ്മുടെ മനസ്സിനെ, ജീവിതത്തെ ഏറ്റവും അതിമനോഹരമായ രീതിയിൽ നന്മകൾ കിളിർത്തു വരേണ്ട അതിമനോഹരമായ ഒരു കാലമാണ് റമളാൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റമളാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിന് സൗം എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. സൗം. ഈ സൗം എന്ന് പറയുന്ന അറബി പദവും നേരത്തെ അറബികൾ ഉപയോഗിച്ചത് അവര് കുതിരപ്പന്തയങ്ങൾ നടത്തും. നമ്മുടെ കാളപൂട്ട് കാളപൂട്ട് മത്സരം ഉണ്ടോ? മൂരിക്കൂട്ടി കാളകളെ വളർത്തും. എന്നിട്ട് മത്സരത്തിൽ ട്രോഫിയും കപ്പും ഒക്കെ അടിച്ചു വരുന്ന, അതിനു വേണ്ടി ഭയങ്കരമായിട്ട് പണം സ്പെൻഡ് ചെയ്യുന്ന, അതിനു വേണ്ടി വലിയ റിസ്ക് എടുക്കുന്ന ആളുകളെ കാണാൻ പറ്റും. അറബികൾക്കൊരു സ്വഭാവമുണ്ട്. അറബികൾ കുതിരപ്പന്തയങ്ങളിലേക്ക്, നല്ല തറവാട്ടുകാരൊക്കെ നല്ല കുതിരകളെ നല്ല ഭക്ഷണം കൊടുത്ത് തടിപ്പിച്ച് കൊഴുപ്പിച്ച് നല്ല ഉഷാറാക്കി ആരോഗ്യത്തോടു കൂടി നിലനിർത്തും. എന്നിട്ട് കുതിരപ്പന്തയത്തിൽ ജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രൗഢിയുടെ അടയാളം. എന്നാൽ അറബികൾ ഇത്തരം കുതിരകൾക്ക് മത്സരത്തിന്റെ ഒരു 40 ദിവസം മുമ്പ് ഭക്ഷണവും വെള്ളവും നിയന്ത്രിച്ച് ശരീരത്തെ പാകപ്പെടുത്തി കുതിരപ്പന്തയത്തിൽ മത്സരിക്കാൻ പാകപ്പെടുത്തുന്ന ഒരു ശിക്ഷണ കാലമുണ്ട്. ആ കാലത്തിനാണ് അറബികൾ സൗം എന്ന് പറഞ്ഞത്. അഥവാ മത്സരത്തിൽ ജയിക്കാൻ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തുന്ന ഒരു ട്രെയിനിങ് പീരീഡിനാണ് വാസ്തവത്തിൽ സൗം. ആ പദമാണ്
വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്, നോമ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നിടത്ത് ഖുർആൻ പറയുന്നത് അതാണ്. കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ മുത്തഖിയായി തീരാൻ വേണ്ടി, നിങ്ങൾ മുത്തഖിയായി തീരാൻ വേണ്ടി, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളായ സമുദായമേ, സമൂഹമേ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങളുടെ മാത്രം പ്രത്യേകതയല്ല. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങളുടെ പൂർവിക സമാജങ്ങൾക്ക്, സമുദായങ്ങൾക്ക്, സമൂഹങ്ങൾക്കൊക്കെ നോമ്പുണ്ട്. നമുക്കറിയാം, ലോകത്ത് മതങ്ങളുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ, മതങ്ങളെക്കുറിച്ച് നമ്മുടെ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ ലോകത്ത് വേരുള്ള പ്രധാനപ്പെട്ട 10 മതങ്ങളെ കാണാം. ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, ക്രിസ്തുമതം, ഷിൻഡോ മതം, തയോ മതം, കൺഫ്യൂഷനിസം, സരതുട്ട മതം, ടാവോ മതം, ഇസ്ലാം മതം. ഈ 10 മതങ്ങൾ ലോകത്ത് വേരുള്ള പ്രധാന മതങ്ങൾ. ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, ക്രിസ്തുമതം, ഷിൻഡോ മതം, തയോ മതം, കൺഫ്യൂഷനിസം, സരതുട്ട മതം, ടാവോ മതം. ഈ മതങ്ങൾക്കെല്ലാം അതാത് മതങ്ങൾ അനുശാസിക്കുന്ന നോമ്പുകളുണ്ട്. നമുക്കിവിടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട 2 മതങ്ങളാണ് ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും, അല്ലേ? ഞാനിങ്ങനെ പോരുമ്പോ തൃശ്ശൂർ ക്ഷേത്രം കാണുന്നു, തൊട്ടപ്പുറത്ത് അതിമനോഹരമായ ചർച്ച് കാണുന്നു, അല്ലേ? അതിമനോഹരമായ മസ്ജിദുകളും കാണുന്നു. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു മനോഹാരിതയും അതാണ്. അവർക്കൊക്കെ നോമ്പുണ്ട്. ഇന്ന് ശിവരാത്രിക്കും യാഗത്തിനും ഹോമത്തിനും പൂജക്കും ശബരിമലയിലേക്കുള്ള തീർത്ഥയാത്രക്കും ഒക്കെ നോയമ്പ് നോക്കുന്നവരാണ് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ. അവരുടെ നോമ്പിന് ചില സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചിലർക്ക് അരിയാഹാരം ഒഴിവാക്കിയാൽ മതി, ചിലർക്ക് മാംസാഹാരം ഒഴിവാക്കിയാൽ മതി, നോൺ വെജ് ഒഴിവാക്കിയാൽ മതി. ചിലർക്ക് അവനവന്റെ അടുത്ത് കഴിക്കാം, മറ്റുള്ള അല്ലെങ്കിൽ സ്വാമിമാരടുത്ത് അല്ലാത്തടത്തും കഴിക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് സൗകര്യം. ചിലർക്ക് പഴം കഴിക്കാം, ഇല്ലേ? ഇങ്ങനെ നിങ്ങൾ അറിയില്ലേ? നമ്മുടെ സഹോദര മതാനുയായി ക്രൈസ്തവർ ഈസ്റ്ററിന് മുമ്പ് ഏകദേശം ഒരു 40 ദിവസം നൊയമ്പ് കാലം എന്ന് പറഞ്ഞ് കർത്താവായ യേശുവിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നോമ്പ് നോക്കുന്നു. ലോകത്ത് വിവിധ തരം നോമ്പുകളുണ്ട്. വളരെ ഈസി ആക്സസ് ഉള്ള നോമ്പുകളുണ്ട്, വളരെ ടൈറ്റായ, വളരെ ഡിഫിക്കൽട്ട്, വളരെ പ്രയാസപ്പെടുന്ന നോമ്പുണ്ട്. ഇപ്പൊ ടിബറ്റൻസിലെ ലാമമ, ചൈനീസിലൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്ന ലാമമ, അവർ 24 മണിക്കൂറും ഉമിനീരിറക്കാതെ, ഉമിനീര് പോലും പുറത്തേക്ക് തുപ്പി ശരീരം തളർത്തി വിഷമിച്ച് അത്ര റിസ്ക് എടുത്തുള്ള നോമ്പ്. പക്ഷേ വിശുദ്ധ ഇസ്ലാം എപ്പോഴും ഒരു മിഡിൽ സ്റ്റാൻഡ് എടുക്കുന്നവരാണ്. ഒരു മാധ്യമ സമൂഹമാണ് മുസ്ലിം സമുദായം. ഇസ്ലാം പ്രാക്ടിക്കലായിട്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലാഹു തആല നമുക്ക് കഴിയാത്തത് നമ്മോട് കൽപ്പിക്കില്ല. ഓരോ ഇബാദത്തിനും അതിന്റെ സ്പിരിച്വൽ ബേസ് ഉണ്ടാകും, ആധ്യാത്മികമായ ഒരു തലമുണ്ടാകും, ഒരു സോഷ്യൽ ബേസ് ഉണ്ടാകും, സാമൂഹികമായ ഒരു തലമുണ്ടാകും, ഒരു ഹെൽത്തി ലെവലും ഉണ്ടാകും, ഒരു ആരോഗ്യകരമായ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. എന്നാൽ പുതിയ കാലത്ത് സംഭവിച്ച വലിയൊരു അപകടമുണ്ട്. ആരാധനകളെയും ആത്മീയതയും ഒക്കെ ഭൗതികതയുടെ അളവുകോൽ കൊണ്ട് അളന്ന് കണക്കാക്കാൻ തുടങ്ങി. അവിടെയാണ് നമുക്ക് പിഴച്ചത്. നിസ്കാരത്തെ അഡ്വാൻസ്ഡ് യോഗ എന്ന് പറയുന്നത് അത് കുറച്ച് അപകടം പിടിച്ച പരാമർശമാണ്. യോഗയുടെ അഡ്വാൻസ് വേർഷനാണ് നിസ്കാരം എന്ന് പറയുന്നത്. നോമ്പ് ഒരു ഫിസിക്കൽ ഫിറ്റ്നസിനുള്ള എന്തോ ഒരു ഏർപ്പാടാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ബാലൻസിങ്ങിന്, സാമ്പത്തികമായ ഒരു സന്തുലിതാവസ്ഥയ്ക്കുള്ള ഒരു എക്കണോമിക് കസ്റ്റമാണ്, സാമ്പത്തികമായ ഒരു സംവിധാനമാണ്. ഹജ്ജ് എന്ന് പറഞ്ഞ ഒരു ഗ്ലോബൽ മീറ്റാണ്, ഒരു സൗഹൃദ സമത്വ സംഗമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൗതികതയുടെ അളവുകോല് കൊണ്ട് ആരാധനകളെ പരിമിതപ്പെടുത്തി വേണമെന്നതിന് ചില കോട്ടിങ്സ് ഒക്കെ കൊണ്ടുവരും.
നോമ്പ് നോറ്റോളൂ. ഡോക്ടർ ജെറോഡ്, വിശ്വകരനായ ഡോക്ടർ ജെറോഡ് പറഞ്ഞിട്ടുണ്ട്, if the world get ready to receive the fast of Islam, the universal health would be double than that of now. If the world get ready to receive the fast of Islam, ലോകങ്ങൾ ഇസ്ലാമിന്റെ നോമ്പ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ the universal health would be double than that of now. ഇന്നത്തെ ലോക ആരോഗ്യം മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും. സോ പ്ലീസ് ടേക്ക്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇസ്ലാമിന്റെ ഫാസ്റ്റിംഗ് സിസ്റ്റം, ഇസ്ലാമിന്റെ നോമ്പിനെ നിങ്ങൾ ടേക്ക് ഓവർ ചെയ്യണം. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് പോവാം. അതൊക്കെ ഒരു അഡീഷൻ അനുബന്ധങ്ങളിൽ നമുക്ക് ചേർത്ത് വെക്കാം. അടിസ്ഥാനപരമായ എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കുക, എന്താണ് ഇസ്ലാമിന്റെ നോമ്പിന്റെ അവസ്ഥ? എന്തിനാണ് അല്ലാഹുവിന്റെ ദീൻ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖിയായി തീരാൻ വേണ്ടിയാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചത് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. നോമ്പ് നിർബന്ധമാക്കിയത്, നിസ്കാരം നിർബന്ധമാക്കിയത്, ഹജ്ജ് നിർബന്ധമാക്കിയത് മുത്തഖിയായി തീരാൻ വേണ്ടിയാ. കാരണം പരിശുദ്ധ ഖുർആൻ സൂറ ആലി ഇംറാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഖൈർ അഫലാ തത്തഖൂൻ. നിങ്ങൾ മുത്തഖിയാകുന്നില്ലേ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. വസല്ലു ഖംസക്കും, 5 നേരം നിങ്ങൾ നിസ്കരിക്കണേ. വസൂമു ശഹറക്കും, നിങ്ങൾ റമളാൻ പൂർണ്ണമായും വ്രതമനുഷ്ഠിക്കണേ. വഅദ്ദു സകാത അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിന്റെ നിർബന്ധ വിഹിതങ്ങൾ നിങ്ങൾ ദാനമായി കൊടുത്തു വീട്ടണേ. വാതിഉമറാഅക്കും, നിങ്ങളുടെ കാര്യകർത്താക്കൾ നിങ്ങൾ അനുസരിക്കണേ. എന്നാൽ അതുകൊണ്ടുള്ള നേട്ടം എന്താ? തുദ്ഖുലൂ ജന്നത റബ്ബിക്കും, അതുവഴി നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗപ്രവേശം ഉറപ്പാക്കിക്കോളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തിന്റെയും ആത്യന്തിക ലക്ഷ്യം തഖ്വയാണ് സഹോദരങ്ങളെ. ലയനഅലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ ബലിദാനം നിർവഹിക്കുമ്പോ ബലിമൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് നിങ്ങൾ ബലിദാനം നിർവഹിക്കുമ്പോഴോ അതിന്റെ മാംസമല്ല, അതൊടുക്കുന്ന രക്തമല്ല, നിങ്ങൾ ചെയ്യുന്ന കർമ്മമല്ല അല്ലാഹുവിലേക്ക് എത്തുന്നത്. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഭക്തിയാണ് നിങ്ങൾ സമർപ്പിക്കുന്നത്. നോക്കണം. നിസ്കരിക്കാൻ അല്ലാഹു തആല പറഞ്ഞു. നിസ്കാരത്തിന്റെ ഫലം എവിടെയാണ്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കരിക്കുന്നവരൊക്കെ വിജയിച്ചു എന്നല്ല, നിസ്കാരം ഖുശൂഅോടുകൂടെ നിർവഹിക്കാൻ കഴിഞ്ഞാൽ അവൻ വിജയിച്ചു എന്ന് അല്ലാഹ് പറയുന്നത്. എന്തിനാ നിസ്കരിക്കുന്നത്? അതും അല്ലാഹ് പറഞ്ഞു, വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ കുറിച്ചുള്ള ഓർമ്മ, എന്നെ കുറിച്ചുള്ള സ്മരണ, ഒരിക്കലും അത് മാഞ്ഞു പോകാതെ നിന്റെ ഹൃദയത്തിൽ ജീവിതത്തിൽ നിലനിർത്താനുള്ള കർമ്മമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരം. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ആലോചിക്കുക, നോമ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യം, അൾട്ടിമേറ്റ് നോമ്പിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നമ്മൾ മുത്തഖിയായി തീരുക എന്നുള്ളതാ. അത് ഒരാൾക്കും അളന്നു കണക്കാക്കാൻ കഴിയില്ല, മറ്റു കർമ്മം പോലെയല്ല. നോമ്പിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പകലന്തിയോളം അന്നപാനാദികൾ ഉപേക്ഷിച്ച് അതൊരു ആമാശയത്തിന്റെ ഏർപ്പാടാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ലേ? നോമ്പ് ആമാശയത്തിന് കൊടുക്കുന്ന റെസ്റ്റ് മാത്രമല്ല. നോമ്പിനെ കുറിച്ച് അല്ലാഹു ഏറെ പ്രിയത്തോടെ പറഞ്ഞു, വസ്സൗമുലീ വഅന അജ്സീ ബി, നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം നോമ്പ് ഓരോരുത്തരുടെയും ഓരോ ലെവലിലാ.
നമ്മുടെ കണ്ണിന് നോമ്പുണ്ട്, കാതിന് നോമ്പുണ്ട്, കൽബിന് നോമ്പുണ്ട്, കയ്യിന് നോമ്പുണ്ട്, കാലിന് നോമ്പുണ്ട്. അതിലൊരു അവയവം മാത്രമാണ് സഹോദരങ്ങളെ ആമാശയോ. പകലന്തിയോളം അന്നപാനാദികൾ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, അവനവന്റെ അനിയന്ത്രിതമായ കാമക്രോധ മത മോഹ മാത്സര്യങ്ങളെ നിയന്ത്രിച്ച് അനിഷ്ടകരമായ അനിയന്ത്രിതമായ എല്ലാ വികാരങ്ങളെയും അവന്റെ ഇച്ഛകളെയും നിയന്ത്രിച്ചുകൊണ്ട് ശരീരം എന്താവശ്യപ്പെട്ടാലും തരില്ലടോ നിനക്കു ഞാൻ, എന്റെ റബ്ബ് സമ്മതിക്കാതെ പകലന്തിയോളം അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് മുമ്പിൽ തന്റെ ഇഷ്ടത്തെ പരിത്യജിക്കലാ. എന്റെ ഇഷ്ടത്തിന് ഇവിടെ പ്രസക്തിയില്ല. ആമാശയം വിശക്കുന്നു എന്ന് പറയുമ്പോ തരില്ല ഭക്ഷണം, ദാഹിക്കുന്നു എന്ന് പറയുമ്പോ തരില്ല വെള്ളം, വേണ്ടാത്തത് കാണണമെന്ന് കണ്ണ് കൊതിക്കുന്നു, പറ്റില്ല കണ്ണേ എന്ന് പറയാൻ. വേണ്ടാത്തത് കാതിലേക്ക് ഒഴുകിയെത്തുമ്പോ പറ്റില്ല കാതേ എന്ന് ചെവിയോട് പറയാൻ. വേണ്ടാത്ത ചിന്തകൾ മനസ്സിലേക്ക് കയറി വരുമ്പോ പാടില്ല പാടില്ല മനസ്സേ എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞെങ്കിലേ എന്റെ സഹോദരങ്ങളെ നമ്മുടെ നോമ്പ് പൂർണ്ണമാവുകയുള്ളൂ, നമ്മുടെ എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറഞ്ഞത് എല്ലാവരുടെയും നോമ്പ് ഒരേ അളവിലല്ല, എല്ലാവരുടെയും നോമ്പ് ഒരേ തോതിലല്ല, ഓരോരുത്തർക്കും ഓരോരുത്തർ ലെവലാണ്. അതുകൊണ്ട് വസ്സൗമുലീ, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന്റെ അളവുകോല് കണക്കാക്കുക, ഞാനാണ് അതിന്റെ ഗാംഭീര്യം കണക്കാക്കുക, ഞാനാണ് അതിന്റെ ഖദർ കണക്കാക്കുക, അതിനനുസരിച്ചാണ് ഞാൻ പ്രതിഫലം നൽകുക എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസ് ഉദ്ധരിച്ച് നമ്മെ പഠിപ്പിക്കാം. മാത്രല്ല സഹോദരങ്ങളെ, നാളെ മഹ്ശറയിൽ രണ്ടേ രണ്ട് അമലിനും നമുക്ക് സാക്ഷി പറയാൻ ഭാഗ്യമുണ്ടാകും. ഒന്ന് റമളാനിലാണ്, മറ്റൊന്ന് ഫുർഖാനുൽ അദീമിലാണ്. അതുകൊണ്ടാണ് നമ്മൾ റമളാൻ തുടങ്ങുമ്പോഴത്തേക്ക് اللهم اجعل هذا الشهر الشريف العليم شاهدا لنا لا شاهدا علينا. പടച്ചോനെ, 14,96,00,000 കിലോമീറ്റർ മീതെ നിൽക്കുന്ന സൂര്യൻ ഒരു ചാണുമീടെ കടുപ്പിക്കപ്പെട്ട ചെയ്തു തീർത്ത പാപങ്ങളുടെ അനുപാതത്തിൽ താടിയെല്ല് വരെ, നെഞ്ചെല്ല് വരെ, അരക്കെട്ട് വരെ, കാൽമുട്ട് വരെ, ഞെരിയാണി വരെയൊക്കെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് അമ്പിയാക്കൾ പോലും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് വിലപിക്കുന്ന മഹ്ശറാ വൻസഭയിൽ ഒരു ദിവസം ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 50,000 കൊല്ലമാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറൽ മആരിജ്. ആ മഹ്ശറയിൽ നമ്മൾ നിൽക്കുമ്പോ ശഹ്റു റമളാൻ നമ്മുടെ മുമ്പിലെത്തും. അൽഹംദുലില്ലാഹ്. പടച്ചവനെ, വെയിൽ ചൂടിന്റെ കാഠിന്യത്തിൽ 33, 35, 50 വരെ ഡിഗ്രി സെൽഷ്യസിൽ കത്തിജ്വലിക്കുന്ന സമയത്ത്, വിശന്ന് ദാഹിച്ച് പരവശനാകുന്ന സമയത്ത്, പകലന്തിയോളം നിന്റെ വജുഹോർത്തുകൊണ്ട് പട്ടിണി കിടന്നവനാ, ദാഹം സഹിച്ചവനാ, കണ്ണിനും കാതിനും കൽബിനുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തി നിന്റെ ഇഷ്ടത്തിന് മുമ്പിൽ അവന്റെ എല്ലാ ആഗ്രഹങ്ങളെയും പരിത്യജിച്ചവനാ. അതുകൊണ്ട് അവനെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്ന് നമ്മൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ നാളെ മഹ്ശറയിൽ റമളാനു ശരീഫെത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത് പരിശുദ്ധ ഖുർആനാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് അനുകൂലമാക്കി സാക്ഷി നിർത്തണമെങ്കിൽ നമ്മൾ ഖുർആന്റെ ആളുകളാവണം. അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസതു. അല്ലാഹു ഖുർആന്റെ ആളുകൾ അല്ലാഹുവിന്റെ ആളുകളാ, അല്ലാഹുവിന്റെ പ്രത്യേകക്കാരായ ഇഷ്ടക്കാരാണെന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ ഇറങ്ങിയ മാസം, ഖുർആൻ നമ്മുടെ നാവിൻ തുമ്പിൽ ചൈതന്യത്തോടെ നിൽക്കേണ്ട മാസം. ഇവിടെ കൂടി എന്റെ ഉമ്മമാരോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഒരു ഹംബിൾ റിക്വസ്റ്റ് എനിക്ക് തരാനുള്ളത്, ഒരു ഖത്ം ഓതാതെ, ഒരു ഖത്മെങ്കിലും ഓതി തീർക്കാതെ ഈ 2025 അല്ലാഹു എനിക്ക് അവസരം നൽകിയാൽ റബ്ബേ, എന്റെ നോമ്പിന് ഞാൻ നഷ്ടപ്പെടുത്തില്ല. ഈ റമളാനിൽ ഒരു ഖത്ം ഏറ്റവും മിനിമം ഞാൻ ഓതി തീർക്കുമല്ലാ എന്ന് ആസ്മ ചെയ്യാൻ, എന്ന് പ്രതിജ്ഞ ചെയ്യാൻ ഈ സദസ്സിന് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു തറാവീഹ് എന്റെ കാരണം കൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്തില്ല.
കാരണം എന്റെ സഹോദരങ്ങളെ, റമളാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റമളാനെ പരിചയപ്പെടുത്തുന്നു. നോക്കൂ സഹോദരങ്ങളെ, ശഹ്റുൻ ജഅലല്ലാഹു സിയാമഹു ഫരീള. ഇത് പകൽ സമയം നോമ്പനുഷ്ഠിക്കാൻ അല്ലാഹു തആല നിർബന്ധമാക്കിയ മാസമാണ് റമളാൻ. ശഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹ്ർ. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാവ് കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച മാസമാണ് റമളാൻ. അത് വലിയ നേട്ടല്ലേ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായമൊക്കെ 1000 കൊല്ലാ ജീവിച്ചത്. 1000 കൊല്ലം ജീവിച്ച ആളുകൾ 1000 കൊല്ലം അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, 1000 കൊല്ലം തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്, 1000 കൊല്ലം സകാത്ത് കൊടുത്തിട്ടുണ്ട്, 1000 കൊല്ലം നന്മ ചെയ്തിട്ടുണ്ട്. ആ സ്ഥാനത്തേക്ക് നമ്മൾ ചെല്ലുന്നത് 60ന്റെയും 70ന്റെ ഇടയിൽ. അതെന്നെ ഇപ്പൊ കിട്ടണില്ല. മനുഷ്യന് മണ്ടരി ബാധിച്ചൊരു കാലാണ്. ഇളനീരാ കൊയ്യുന്നത് മുഴുവൻ അല്ലേ? 15കാരന്റെ അറ്റാക്ക്, ജനിക്കുമ്പോ തന്നെ ഷുഗർ, ഒരു 40 കഴിയുമ്പോഴത്തേക്ക് 40 അസുഖമെങ്കിലും ഉണ്ടാവുക. ഭക്ഷണം കഴിക്കുന്നതിനേറെ മരുന്ന് കഴിക്കാൻ നമ്മൾ വിധിക്കപ്പെട്ട ഒരവസ്ഥയാണ്. അല്ലാഹു തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഓർത്തോക്കൂ നിങ്ങൾ. അപ്പൊ ഈ 60 കൊല്ലം തികച്ചു കിട്ടാത്ത ഒരാൾ, അതെന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യന് 15 വയസ്സ് വരെ കുട്ടി എന്നുള്ള കൺസെപ്റ്റിൽ അവൻ പോയില്ലേ? ക്വാർട്ടർ ഓഫ് പീരിയഡ് അല്ലേ? പിന്നെ ബാക്കി എത്രയുള്ളത്? 45. നിങ്ങൾക്ക് മനസ്സിലാണില്ല? എന്റെ ഭാഷ പ്രശ്നമുണ്ടോ? നമ്മളൊരു കോപ്പറേഷൻ കിട്ടണില്ല. എനിക്ക് എന്താ അറിയില്ല, ഒരു സഹകരണം കിട്ടണില്ല. നിങ്ങൾ നോക്കിയിട്ട് പേടിയാണ്. ഒന്ന് റിലാക്സ് നോക്കി അല്ലേ? 60 വയസ്സിൽ 15 വയസ്സ് വരെ കുട്ടിയായിരുന്നു പോയി. പിന്നെ ബാക്കി എത്രയാ? 60 15 പോയ കാൽക്കുലേറ്റർ എടുക്കണം പഠിച്ചോനെ. എത്ര? 45. അത് 1/3 ഓഫ് ഡേ. ഒരു ദിവസത്തിന്റെ 1/3 8 മണിക്കൂറെങ്കിലും ശരാശരി ഉറക്കിന്റെ ഒരുപ്പായിട്ട് പോകുന്ന പറയുന്നത്. അപ്പൊ 45ന്റെ 1/3 എന്ന് പറയുന്നത് 15 അല്ലേ? പിന്നെ എത്ര ഉണ്ട്? 45 15 പോയാല് 30 അല്ലേ? ഒരു പ്രായപക്വതെത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അവന്റെ ഉപജീവനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും ഒന്നുകിൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ജോലി ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടോ നോക്കണം. ഒക്കെ ഒരു പണിയാണ്. അപ്പൊ വീണ്ടും 45 15 കൂടി പോയി. ബാക്കി എത്രയുള്ളത്? 30 15 പോയാൽ വെറും 15 ആയി. ഒരു മനുഷ്യന് ഒരു ദിവസത്തിന്റെ 20%, 20% സമയം അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്നതാണ്. അപ്പൊ 45 നമുക്ക് ചെറുപ്പം കഴിച്ച് കിട്ടിയത്. അതിന്റെ 20% 9 കൊല്ലായി. ഈ 9 കൊല്ലം ഈ 15 പോയാൽ 60 വയസ്സ് വരെ കിട്ടുന്നവൻ 6 കൊല്ലാണ് കിട്ടുന്നത്. അതന്നെ ഒരു ദിവസം പനിച്ച് കിടക്കാൻ പാടില്ല, ഒരു ദിവസം അസുഖം ബാധിച്ചുകൊണ്ട് മുഴുവൻ ഡിസോർഡർ ആവാൻ പാടില്ല. അങ്ങനെ വളരെ ചുരുങ്ങിയ ഒരു സ്വപ്ന സമാനമായ ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സമയത്താണ് അല്ലാഹു നമുക്ക് വലിയ അനുഗ്രഹം നൽകുന്നത്. ലൈലത്തുൽ ഖദർ നൽകുകയാണ്. ഒറ്റ റമളാനിൽ 50 ചില്ലാനം കൊല്ലം ഇബാദത്ത് ചെയ്തതിന്റെ പുണ്യം ലഭിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ആ ലൈലത്തുൽ ഖദറിനെ പക്ഷേ അല്ലാഹു തആല നിശ്ചയിച്ചു തന്നില്ല. റമളാൻ 1 മുതൽ 30 വരെ 7 സമയവുമാകാം. പക്ഷേ കൂടുതൽ സാധ്യതയുള്ള സമയങ്ങൾ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളാണ്. അങ്ങനെ റമളാനെ പാകപ്പെടുത്തി, റമളാനെ പ്രതീക്ഷാപൂർവ്വം ലൈലത്തുൽ ഖദറുള്ള രാത്രിയാണ്, ലൈലത്തുൽ ഖദറുള്ള മാസമാണ് റമളാൻ. ശഹ്റുൻ ജഅലല്ലാഹു സിയാമഹു ഫരീള വഖിയാമ ലൈലിഹി തതവ്വുഅ മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ. റമളാൻ സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ കൂലി, ഒരു ഫർള് ചെയ്താൽ 70 ഫർള് ചെയ്തതിന്റെ പ്രതിഫലം. വഹുവ ശഹ്റു സബ്രി. ഇത് ക്ഷമയുടെ മാസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ നേരെ മറിച്ചാ മനസ്സിലാക്കിയിട്ടില്ല. ഒരു നോമ്പ് കാലത്ത് ഉച്ചയൊക്കെ കഴിഞ്ഞാൽ 3 മണിക്കൊക്കെ സിറ്റ് ഔട്ടിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്ന കുട്ടികളോട് ഉമ്മമാര് പറയുന്ന ഒരു വർത്താനുണ്ട് നമ്മളോടൊക്കെ.
മക്കളെ ബഹളം ഉണ്ടാക്കണ്ട, ഒച്ച ഉണ്ടാക്കണ്ട. ഉപ്പാപ്പണ്ട് സിറ്റ് ഔട്ടിൽ മൂപ്പർക്ക് നോമ്പ് തലയിൽ കയറിയിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടോ അങ്ങനെ പ്രയോഗം ഉണ്ടോ? നോമ്പ് തലയിൽ കയറിയിട്ടുണ്ടാവും, അതുകൊണ്ട് ബഹളം ഉണ്ടാക്കണ്ട. ഉപ്പാപ്പക്ക് ദേഷ്യം പിടിക്കോ? തലയിൽ പോയിട്ട് കാലുമീൻ കൂടി കയറാത്തോണ്ടാ ദേഷ്യം പിടിക്കും. നോമ്പ് ഇത് ക്ഷമയുടെ മാസമാണ്. 3 തരത്തിലുള്ള ക്ഷമയുണ്ട്. അള്ളാഹുവിന്റെ ദീനെന്ന് പറയുന്നത് ആകെ 2ആണ്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, അത്വഹാറത്തു ശത്റുൽ ഈമാൻ. ഒരാൾക്ക് ക്ഷമയുണ്ട്, ശുദ്ധി ഉണ്ടായാൽ തമ്മ ഈമാനും, അവന്റെ ഈമാൻ കാമിലായി. ഈ ക്ഷമ ഏതാണ്? ക്ഷമ പ്രധാനമായി 3 ക്ഷമയുണ്ട്. ഒന്നാമത്തെ ക്ഷമ ഏതാണ്? അസ്സബ്റു ഫീ തഅത്തില്ലാഹ്, അല്ലാഹുക്ക് വഴിപ്പെടാനുള്ള ക്ഷമയുണ്ടാവണം. 4:55 നല്ല തണുപ്പുള്ള പുലർച്ചെ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന പള്ളിമിനാരത്തിൽ മുഅദ്ദിൻ വിളിച്ചു പറയുമ്പോ പഠിച്ചോനെ എന്നെയാണ് വിളിക്കുന്നത്, ഞാനാണ് ഈ 3 മണിക്ക് വന്ന് ഉറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ പിശാച് പറയും 6:32 വരെ സുബഹിണ്ടോ, ഇപ്പൊ തന്നെ ഒന്നും അങ്ങ് എണീറ്റ് പോണമെന്നില്ല, ഇപ്പൊ കുറച്ചേതായിട്ടല്ലേ ഒന്ന് കിടന്നിട്ടുള്ളൂ, ഉറക്കം പിടിച്ചിട്ടുള്ളൂ, കുറച്ചേരം ഉറങ്ങിയിട്ട് സ്കെച്ചാലും കള്ളാവില്ല. ഇബ്ലീസ് പറയും അപ്പൊ പറ്റില്ല റബ്ബേ, ഒരു മുജാഹദ് നടത്താൻ, മനസാക്ഷിയെ പൊരുതി തോപ്പിക്കാൻ ഞാൻ നിസ്കരിച്ചേ പറ്റൂ. എന്നെ ആണാ വിളിക്കുന്നത്. ലാ സ്വലാത്ത് ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്, പള്ളിക്കരികത്ത് താമസിക്കുന്നവന് പള്ളിയിലല്ല നിസ്കാരമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പോണം. അതൊരു ക്ഷമയാണ്. 2 സബ്റു അൻ മഅസിയത്തില്ലാഹ്, അല്ലാഹുക്ക് എതിരെ പ്രവർത്തിക്കാതിരിക്കാനുള്ള ക്ഷമ. തെറ്റുകുറ്റങ്ങളിൽ മനുഷ്യന്റെ മനസ്സ് തെറ്റും തിന്മയും ഇങ്ങനെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അരുതരുതേ, പാടില്ല, ചെയ്യാൻ പാടില്ല, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും വരാൻ പാടില്ലെന്ന ദൃഢനിശ്ചയത്തോടുകൂടെ ആ തിന്മയോട് രാജിയാവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ അത് 2ാമത്തെ ക്ഷമയാണ്. 3ാമത് അസ്സബ്റു ഇൻദ മുസീബത്തില്ല, അല്ലാഹുവിന്റെ ആപത്ത് വരുമ്പോ, രോഗം വരുമ്പോ, ആപത്ത് വരുമ്പോ, പട്ടിണി വരുമ്പോ, പ്രയാസം വരുമ്പോ, പരീക്ഷണങ്ങൾ വരുമ്പോ, ഇതൊക്കെ എന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്. എന്റെ ആത്മാവിനെ സ്ഫുടം ചെയ്യാൻ, എന്റെ ഈമാന് കരുത്തുറ്റതാക്കാൻ, എന്റെ ഖൽബിന് കരുത്തു പകരാൻ റബ്ബ് നൽകുന്ന പരീക്ഷണമാണ്. റബ്ബേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നീയാണ് റബ്ബേ എല്ലാ ഖുവത്തും, നീയാണ് റബ്ബേ എല്ലാ കരുത്തും, നീയാണിതെല്ലാം തരുന്നവൻ, നിനക്കാണിതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനും അല്ലാഹ് എന്ന് വിശ്വസിക്കാൻ നമ്മുടെ വിശ്വാസത്തെ ഈടുറ്റതാക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ്. ഈ 3 ക്ഷമയും സാധ്യമായാൽ അതാണ് ഈമാന്റെ പകുതി. മറ്റു നിസ്ബത അത്വഹാറത്തു ശത്റുൽ ഈമാൻ, ശുദ്ധിയുണ്ട്. ലാഹിരിയായ തഹാറത്തുണ്ട്, ബാത്തിനിയായ തഹാറത്തുണ്ട്. നമ്മുടെ മനസ്സ് സംശുദ്ധമാവണം. ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, ഹസദില്ലാതെ, റിയാ ഇല്ലാതെ, ലോകമാന്യമില്ല, ആളുകളെ കുറ്റം പറയുന്ന ശീലമില്ല. മനസ്സിന് പുടുക്കുത്തേൽക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാ തിന്മയിൽ നിന്ന് മനസ്സിനെ ഉള്ളു ശുദ്ധമാവണം. അതേപോലെ തന്നെ ബാഹ്യവും നജസിൽ നിന്ന് ശുദ്ധമാവണം, പാപങ്ങളിൽ നിന്ന് ശുദ്ധമാവണം, വേണ്ടാത്തതിൽ നിന്ന് ശുദ്ധമാവണം, ആളുകളെ ദ്രോഹിക്കുന്നതിന് ശുദ്ധമാവണം, ആളുകളുടെ മനസ്സ് വേദനിക്കുന്നതിന് ശുദ്ധമാവണോ. ആ അർത്ഥത്തിൽ അവന്റെ മനസ്സും ജീവിതവും മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് സംശുദ്ധി. ആ ശുദ്ധിയുള്ളവരും നാളെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് റമളാൻ ക്ഷമയുടെ മാസമാണ്. ക്ഷമ ശീലിക്കണം. തീരെ ക്ഷമയില്ലാത്തവരായി നമ്മൾ മാറിപ്പോവാണ്. റോട്ടിലൂടെ പോകുമ്പോ ഒന്ന് ഓണടിച്ചാ പറയും അല്ലേ, എന്തിനാടാ ഓണടിച്ചില്ലെങ്കിൽ പറയും എന്താ നിനക്ക് ഓണില്ലേ.
ഒരു ട്രാഫിക് കൾച്ചർ ഇറ്റ് ഈസ് ടു ബാഡ്. വളരെ മോശമാവാ നമ്മുടെ നാട്ടിൽ. ഒരു അനാവശ്യം കേൾക്കാതെ 10 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കുട്ടികളുടെ അങ്ങാടി സംസാരങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. തെറി പറയുന്നത് ഒരു നാക്കാലികളെ കൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. പേര് പറയുന്നതിലേറെ നാക്കാലിയുടെ പേര് പറയുന്നതിലാണ് ആനന്ദം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മതവും സംസ്കാരവും ഒക്കെ ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, ആഖിർ സമാനിലേക്ക് എന്റെ ഉമ്മത്ത് വരും. അന്ന് കൈവെള്ളയിലെ നൽകിയ തീക്കനൽ പോലെയായിരിക്കും ഈമാൻ, ഇസ്ലാം എന്ന മുഹമ്മദ് മുസ്തഫ. കൈ മുറുകെ പിടിച്ചാൽ കൈ പൊള്ളലും വേദനയും അസ്വസ്ഥതയും സഹിക്കേണ്ടി വരും. നേരെ മറിച്ച് ഈ വേണ്ടെന്ന് വെച്ചാലോ ഫ്രീഡം, ലിബർട്ടി. നമ്മുടെ ഓരോരുത്തരെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്റെ ശരീരം എന്റെ അവകാശമാണ്, എന്റെ ചിന്ത എന്റെ അവകാശമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ തോന്നിയതുപോലെ ജീവിക്കും. അത് വേണ്ട മോനെ, പറ്റൂല എന്ന് പറഞ്ഞാൽ പെറ്റൊഴിഞ്ഞ വയറിനോട് പൊക്കിൾ കൊടി ബന്ധത്തിന് വിലയില്ലാതെ കഴുത്ത് കൊണ്ടുപോയിട്ട് കത്തി കൊടുത്തിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോ പ്ലെയിൻ കിസ് നൽകിയിട്ട് അവൻ മീഡിയകളോട് പറയുന്നു, എന്റെ ജനിപ്പിച്ച മാതാവിന് ഞാൻ കൊടുക്കുന്ന ശിക്ഷയാണ് ആശിക്കുന്ന പേര്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ കണ്ടില്ലേ നിങ്ങൾ? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ അഡിക്റ്റായി എന്തു ചെയ്യണം? മൃഗങ്ങൾ ചെയ്യാൻ മടിക്കുന്നത് മനുഷ്യർ ചെയ്യാൻ. കോഴിയാണ് കാമമൊടുക്കാൻ കഴിയാത്ത ജീവിയെങ്കിൽ ഒരു കോഴിയും ചത്ത ജീവിയെ. പ്രസംഗം നിർത്താനൊന്നുമില്ല. ആ ഓടിക്കളിക്കുന്ന കുട്ടികളൊന്ന് ശ്രദ്ധിക്കാൻ പറയാനാണ്. പള്ളിപ്പറമ്പിൽ പുറകിലുള്ള കുട്ടികളൊന്ന് ശ്രദ്ധിക്കാരെങ്കിൽ 1-2 ആള് മുതിർന്നൊരു പോയാൽ മതി. കുട്ടികൾ കളിക്കാം. അത് ആ പ്രായത്തിൽ കിട്ടുന്നൊരു ഫ്രീഡാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തിരൂര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക വലിയൊരു ഓഡിറ്റോറിയത്തില്. ആ ഓഡിറ്റോറിയത്തിൽ പ്രസംഗിക്കുമ്പോ അതിന്റെ നടുവിന്ന് ഒരു കുഞ്ഞു വാവ ഉറക്കെ കരയാൻ തുടങ്ങി. പൊരിഞ്ഞ കരച്ചിൽ. എന്റെ പ്രസംഗത്തിനെക്കാളും ശബ്ദം കുട്ടിന്റെ കരച്ചിൽ. അപ്പോ അറ്റൻഷനൊക്കെ എവിടേക്ക് പോയി? കുട്ടിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ എനിക്ക് പേടിയായി. എല്ലാരും പാടെ നോക്കിയിട്ട് ആ കുട്ടി ഉരുകോന്നൊരു പേടി. അത്രമാത്രം തീവ്രമായി. അപ്പൊ ഞാൻ പറഞ്ഞു, ആ കുഞ്ഞു വാവക്ക് ഈ പ്രായത്തിൽ കിട്ടുന്ന ഒരു മഹാഭാഗ്യാണ് അങ്ങനെ കരയാൻ പറ്റുക എന്നുള്ളത്. ഒരു 50 വയസ്സായ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു കരച്ചിൽ കരഞ്ഞാൽ നാടാകെ പ്രശ്നവും ഈ സദസ്സാകെ ഇളകും. അപ്പോൾ ചില പ്രായത്തിൽ കിട്ടുന്ന ചില ഫ്രീഡങ്ങൾ മെല്ലെ വകവെച്ചു കൊടുക്കുക. എന്നാൽ നമ്മുടെ പൊതു സംവിധാനത്തിന് ഡാമേജ് വരാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 2 വോളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങോട്ട് നോക്കും. എന്താ പറഞ്ഞത്? നമ്മളെ കത്തുന്ന പോയത്. ഞാൻ പറഞ്ഞു വരുന്നത് ശുദ്ധിയും അതേപോലെ ക്ഷമയുമാണ്. റമദാൻ ക്ഷമയുടെ മാസമാണ്. ക്ഷമ ശീലിക്കണം. നമ്മുടെ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ, എനിക്ക് ലൈലത്തുൽ ഖദർ ഒന്ന് കിട്ടിയാൽ, ലൈലത്തുൽ ഖദർ എനിക്ക് മുഖാമുഖം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താ അള്ളാഹിനോട് ചോദിക്കേണ്ടത്? അത് വലിയൊരു പ്രശ്നമാണല്ലോ. ഞാനൊരിക്കൽ ഉംറക്ക് പോയ സമയത്ത് ഒരു 10 കൊല്ലം മുമ്പാ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഒരു മെഡിക്കൽ സൂപ്രണ്ടിന്റെ ഒരു മകൻ, ഒരു 3-2.5 വയസ്സായ ഒരു കുട്ടിയും അവരുടെ ഫാമിലിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ദുആ കഴിഞ്ഞിട്ടും ഈ കുട്ടിന്റെ ദുആ കഴിയുന്നില്ല.
മഖാം ഇബ്രാഹിം ഇന്ന് കൊണ്ട് ഇങ്ങനെ ദ്വാരക്കാൻ എനിക്കൊരു കൗതുകം തോന്നി. ഞാൻ അവനെ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, സത്യം പറ മോൻ എന്താ ദ്വാരുന്നത്? അല്ല ഉസ്താദേ, എനിക്ക് ലൈസ് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വാപ്പയും ഉമ്മയും പറയും ലൈസ് ഇന്ന് അത് കേടാണ്, ലൈസ് ഇന്ന് ഇത് കേടാണ്, കുടല് പോകും, ആമാശയം പോകും, പ്രശ്നമാണ്, ആരോഗ്യ പ്രശ്നമാണ്. അപ്പൊ ഞാൻ അള്ളഹാനോട് ദ്വാരന്ന് പഠിച്ചോനെ ലൈസിന്റെ എല്ലാ ഇടങ്ങേറൊന്നും ഒഴിവാക്കി കൊടുക്കണേ എന്നാണ്. ഓന്റെ പ്രശ്നം അതാണ്. എങ്ങനെ ഓൻ ലൈലത്തുൽ ഖദർ കിട്ടിയാൽ ചിലപ്പോ ചോദിക്കാൻ സാധ്യത എന്തേക്കാരം, ലൈസിന്റെ ഇടങ്ങേറൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണേ. ആയിഷ ബി റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് ചോദിച്ചു, ലൈലത്തുൽ ഖദർ കിട്ടിയ ഞാൻ പടച്ചോ മുമ്പിൽ വന്നിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ, വീട്ടിൽ ഒന്ന് ചോദിച്ചാൽ ഞാൻ തരാന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കുക? അതൊരു കൺഫ്യൂഷൻ ആണല്ലോ. ഒന്ന് ഒരുങ്ങണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ആയിഷ നീ ഇങ്ങനെ ചോദിച്ചോ, പടച്ചോനെ നീ വല്ലാണ്ട് അഫൂ ചെയ്യുന്നവരാണ്, അഫൂനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് ഫഅഫു അന്നീ, എന്റെ അരുതായ്മകൾ എന്നോട് നീ പുറത്തു തന്നാൽ നിന്റെ ഖലീഫയല്ല ഞാൻ, അതുകൊണ്ട് തന്നെ എന്നെ നരകത്തിലിടില്ല, എന്നെ ശിക്ഷിക്കില്ല, നിന്റെ ലിഖാ നൽകും, നിന്റെ സ്വർഗം നൽകും, നിന്റെ ഹബീബിന്റെ ഹൗദ് നൽകും, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. അത് ചോദിച്ചോ എന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം നമ്മള്. റമളാനിൽ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമളാൻ രണ്ടുകാര്യം അല്ലാഹുവിന്, രണ്ടുകാര്യം ഇബാദിനും പടപ്പുകൾക്കുമുള്ളതാ, രണ്ടെണ്ണം പടച്ചവനുള്ളതാ. അതാ നമ്മ റമളാനിൽ ചൊല്ലുന്ന ദിക്ർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഒറ്റ ദിക്ർ അല്ല കേട്ടാൽ, ഒറ്റ ദിക്റിന് ഇജാബത്ത് കിട്ടിയാൽ നമ്മുടെ ജീവിതം സഫലമായി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ദീനിന്റെ ഷഹാദത്താണ്, ദീനിന്റെ ഗേറ്റാണ്. അത് കടക്കാതെ കലിമ ചൊല്ലാതെ ഷഹാദത്തില്ലാതെ ഈമാനില്ല. അസ്തഗ്ഫിറുല്ലാഹ് അതിലെ പോരായ്മകളുടെ പരിഹാരമാ. പിന്നെ നമ്മൾ ചോദിക്കുന്നത് അസ്അലുകൽ ജന്ന, റബ്ബേ എനിക്ക് സ്വർഗം താ അല്ലാഹ്, വഅഊദു ബിക മിനൻ നാർ, നരകത്തിൽ തൊട്ട് കാക്കണ്ട. ഒരു ദിക്ർ അല്ലാഹ് കേട്ടാൽ നമ്മൾ വിജയിച്ചു. എന്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് നേടാനില്ല. പക്ഷെ ഖൽബ് കൊണ്ട് ചൊല്ലാൻ കഴിയണം, മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലാൻ കഴിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ചിന്തിക്കുക, അള്ളാഹുവിന്റെ അഫ്വിന് വേണ്ടി, അള്ളാഹിന്റെ ഗുഫ്റാനിന് വേണ്ടി, അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, റമളാൻ ക്ഷമയുടെ മാസമാണ്. ആ ക്ഷമയുടെ വസ്സബറു സവാബുൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. വശഹറുൽ മുവാസാസ്, ഇത് തുല്യതയുടെ മാസമാണ്. സഹോദരങ്ങളെ, റമളാനിന്റെ നോമ്പിന് 3 തലമുണ്ട്. ഒന്നതിന്റെ സ്പിരിച്വൽ തലമാണ്, അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മുത്തഖിയായി തീരുക എന്നുള്ളത്. രണ്ടാമത്തത് അതിന്റെ ഒരു സോഷ്യൽ പശ്ചാത്തലമാണ്, സാമൂഹികമായ തലമാണ്. അതെന്താണ്? അങ്ങനെ പകലന്തിയോളം പട്ടിണി കിടക്കുമ്പോ, ദാഹം സഹിക്കുമ്പോ, ഇല്ലായ്മ കൊണ്ട് കഷ്ടപ്പെടുന്നവനോട് അലിവ് തോന്നാൻ ഏറെ സഹായകമുണ്ട്. കാരണം പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യവും മറ്റൊരു ഇന്ദ്രിയം കൊണ്ട് മനസ്സിലാക്കുക സാധ്യമല്ല. ഉദാഹരണം, കണ്ണ് കണ്ടുകൂടാത്ത ഒരാള്, അയാളോട് വർണ്ണ വൈവിധ്യം പറഞ്ഞാൽ അയാൾക്ക് എത്ര കണ്ട് മനസ്സിലാകും? പച്ചയും ചുമപ്പും നീലയും മഞ്ഞയും വയലറ്റും പറഞ്ഞാൽ ജനിക്കുമ്പോ തന്നെ കണ്ണ് കണ്ടുകൂടാത്ത ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലാണ്ടോ? നോക്കെ ചെവി കേൾക്കാത്ത ആളോട് പോത്ത് അലറുന്നതും യേശുദാസ് പാടുന്നതും തമ്മിലുള്ള വ്യത്യാസം പറയാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്താ? അയാൾക്കത് ജീവിതത്തിൽ ഒരു വട്ടം കേട്ടിട്ടില്ല. നാവിൽ പ്രത്യേക അമ്ലങ്ങളില്ലാതെ രുചി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാള്. നമുക്കൊക്കെ തിരിഞ്ഞു കോവിഡ് കാലത്ത് അല്ലേ അനുഭവിച്ചവരില്ലേ? ഇവിടെ ഇല്ലേ? കോവിഡിന് രക്ഷപ്പെട്ടവരല്ലേ നമ്മളൊക്കെ? കോവിഡിന്റെ ഏറ്റവും വലിയ സിംറ്റംസ് എന്തേന്നു? ഒരു ടേസ്റ്റും ഇല്ല.
മുളക് അങ്ങനെ കടിച്ചാലും ഒരു പ്രശ്നമില്ല, പഞ്ചസാര ഇട്ടാലും അറിയുന്നില്ല, ഉപ്പിട്ടാലും അറിയുന്നില്ല, പഞ്ചസാര ഇട്ടാലും അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രുചി മനസ്സിലാക്കാൻ കഴിയാത്തൊരാളുടെ വായിലേക്ക് കണ്ണിമാങ്ങ പൊട്ടിച്ചു കൊടുത്താൽ, കല്ലുപ്പ് കൊടുത്താൽ, സുർക്കൊഴിച്ചു കൊടുത്താൽ, തൈരൊഴിച്ചു കൊടുത്താൽ, വാളംപുളി പൊട്ടിച്ചു കൊടുത്താൽ, ഇതിന്റെ പുളിയുടെ വ്യത്യാസം പറയാൻ പറഞ്ഞാൽ അയാൾക്ക് കഴിയില്ല. അതുപോലെ തന്നെയാണ് വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ഒരാൾ സുഖലോലുപതയുടെ പട്ടുമെത്തയില സുഖസുഷുപ്തിയിൽ ആറാടിക്കൊണ്ടാ ജീവിക്കുന്നത്. അവനോട് പട്ടിണിയുടെ വിലയെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. നേരെ മറിച്ച് നിർബന്ധത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും പകലന്തിയോളം പട്ടിണി കിടന്ന അന്നപാനാദികൾ ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് മുമ്പിലെല്ലാം ത്യാഗം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ, പടച്ചോനെ പട്ടിണി കിടക്കുന്ന ഇല്ലായ്മ കൊണ്ട് കട്ടപ്പെടുന്നവന്റെ അവസ്ഥ ഇതാണല്ലോ അല്ലാഹ് എന്നോർത്തുകൊണ്ട് പാവപ്പെട്ടവനോട് അലിവ് തോന്നാനും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയാനോ ഇല്ലാത്തവനെ തേടി ഉള്ളവൻ പോകാനോ. ലോകത്തിന്റെ സിസ്റ്റം മറിച്ചാണ്. ഇല്ലാത്തവൻ ഉള്ളവനെ തേടി പോകലാണ്. സക്കാത്ത് അങ്ങനെയല്ല. ഉള്ളവൻ ഇല്ലാത്തവനെ തേടി, എവിടെയാണ് ഇതിന്റെ അവകാശി തേടി പിടിച്ചു കൊടുക്കണം. അത് അല്ലാഹു തരുന്ന വലിയൊരു സംഗതിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സാമൂഹികമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ, ആത്മീയമായ ഉത്കർഷം ഉറപ്പാക്കാൻ, ആരോഗ്യകരമായ ഒരു സുസ്ഥിതി നമുക്ക് സമ്മാനിക്കാൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഹെൽത്തിന് കൊടുക്കുന്ന ഡെഫിനിഷൻ ഉണ്ട്. ഫ്ലാറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്ന്. ഫിസിക്കലി, മെന്റലി, സോഷ്യലി, ശാരീരികമായി, മാനസികമായി, സാമൂഹികമായുള്ള പെർഫെക്ഷനാണ്, വെൽബീയിങ് ആണ്, സുസ്ഥിതിയാണ് ആരോഗ്യത്തിന്റെ ഡെഫിനിഷൻ, അതിന്റെ നിർവചനം. എങ്കിൽ ആരോഗ്യവർദ്ധനവിന്, സാമൂഹികമായ ബാലൻസിങ്ങിന്, ആത്മീയമായ ഒരു കരുത്തിന് നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ സംരക്ഷണത്തിന്റെ സംവിധാനമാണ് നോമ്പെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ മദീന പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്ത് ഇതുപോലൊരു ശഅബാൻ മാസത്തിന്റെ അവസാനത്തിൽ പറയാ, വശഹറുൽ മുഅ്മിനിന്റെ അന്നം തഖ്വ എന്ന അന്നം വർദ്ധിപ്പിക്കുന്ന മാസമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഒരാളൊരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് തുറപ്പിക്കൽ വഴി അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപത്തിൽ നിന്ന് മുക്തി ഉണ്ടാവുകയാണ്, നരകത്തിൽ നിന്ന് അല്ലാഹു തആല മോചനം കൊടുക്കുകയാണ്. മാത്രമല്ല, ആരെയാണോ നോമ്പ് തുറപ്പിക്കുന്നത് അവന്റെ നോമ്പിന്റെ പ്രതിഫലം അവന്റെ പ്രതിഫലത്തിൽ കുറവും വരുത്താതെ തുറപ്പിച്ചവന് കൊടുക്കും. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ലൈസ കുല്ലുനാ യജിദു മാ യുഫത്തിറു സായിം. ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കാൻ ആവശ്യമുള്ള വിഭവങ്ങളൊക്കെ കൊടുക്കാൻ ഞങ്ങളടുത്ത് സൗകര്യമില്ല നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, അപ്പോ കാര്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. ഒരിറക്ക് വെള്ളം, ഒരു കാരക്ക, ഒരിറക്ക് പാല്, ഇതെങ്കിലും കൊടുക്കാൻ പറ്റൂലേ? അപ്പൊ പറഞ്ഞു, അതും കയ്യൂല നബിയെ. അപ്പൊ യാതൊരു നിവർത്തിയില്ല. ദാലിക ഫളലുല്ലാഹ് യുഅ്തീഹി മൻ യശാ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അല്ലാഹു ഓരോരുത്തർക്ക് കൊടുക്കുന്ന നിഅമത്താണ്, റഹ്മത്താണ്. നബി തങ്ങൾ പറഞ്ഞു, ഹുവ ശഹറുൻ അവ്വലുഹു റഹ്മ. ആ റമളാനിന്റെ ആദ്യത്തെ 10 ദിവസം റഹ്മത്തിന്റേതാ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവോട് പറയാണ്, പടച്ചോനെ ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ. റഹ്മാനും റഹീമുമായ റബ്ബേ എന്ന നമ്മൾ റമളാന്റെ അവസാനത്തെ ആദ്യത്തെ 10 ദുആ ഇറക്കുന്നത്. അപ്പൊ അള്ളാഹിനോട് ദ്വാർക്കുമ്പോ അള്ളാഹുവിന്റെ ഖലീഫയായ നമ്മുടെ ഉള്ളിൽ റഹ്മത്ത് വേണം. ഇർഹമു മൻ ഫിൽ അർള് ഇർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം, എന്നാൽ നിങ്ങൾക്ക് ആകാശത്തുള്ളവൻ കരുണ ചെയ്യും.
പലപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റിന് കണ്ടീഷൻ വെച്ചാൽ, ഒരു പ്രസ്താവനക്ക് നിബന്ധന വെച്ചാൽ ആ നിബന്ധന ഇല്ലെങ്കിൽ ആ പ്രസ്താവന സാധിക്കൂല. കിണർ കുത്തിയാ വെള്ളം കാണും, കിണർ കുഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? ഇല്ലേ? ശ്രദ്ധിക്കണില്ലേ നിങ്ങൾ? പിന്നെ ഒരു സൗകര്യമുള്ളത് 2 ലൈറ്റിന്റെ കണക്കായതുകൊണ്ട് ഇനിയിപ്പോ നിങ്ങൾ ഉറങ്ങിയാലും എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾ പോയാലും പ്രശ്നമല്ല, അങ്ങനെ സൗകര്യമുണ്ട്. പിന്നെ ഓപ്പറേറ്റർക്ക് ഒറ്റ ദേഷ്യമുള്ളൂ, നിങ്ങൾക്ക് എന്നെ കാണണം എന്നുള്ളതാണ്. എന്തായാലും വളരെ ഭംഗിയായിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ പൊതുവെ എനിക്ക് മനസ്സിലാകണില്ല, പറയുന്നത് തിരിയുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാകായി? കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും. അപ്പൊ കണ്ടീഷണബിൾ ആണ്. എങ്ങനെ? കുഴിച്ചില്ലെങ്കിലോ? കുഴിച്ചില്ലെങ്കിൽ കിട്ടൂല തന്നെ അർത്ഥം. കറണ്ട് വന്നാൽ ഈ ബൾബ് കണ്ടില്ലെങ്കിലോ ബൾബ് ഇങ്ങനെ ഇർഹമൂ, നിങ്ങൾ കരുണ ചെയ്യുക. ഭൂമിയിലുള്ളവരോട്. റമളാൻ മുന്നൊരുക്കത്തിന്റെ ഭാഗമായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റഹീമീൻ. 1000 തവണയല്ല 10,000 തവണ ചൊല്ലിയിട്ടും കാര്യമില്ല. നീ നിന്റെ അയൽക്കാരനോട് കരുണ ചെയ്യുന്നില്ലെങ്കിൽ, നീ നിന്റെ കുഞ്ഞിനോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ, നീ നിന്റെ ഭർത്താവിനോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ, നീ നിന്റെ കുടുംബത്തോട്, ബന്ധുക്കളോട്, നീ നിന്റെ വളർത്തുനായയോട്, നിന്റെ വളർത്തു പൂച്ചയോട്, നിന്റെ വളർത്തു കോഴിയോട്, നിന്റെ മുമ്പിലുള്ള നീ ഭൂമിയിലുള്ള സചേതന അചേതന ശക്തികളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ റബ്ബിനോട് ദുആ ചെയ്യാൻ നിനക്ക് അവകാശമില്ല. മനസ്സിലാണ്ടോ? നമ്മൾ ഓരോർക്കും പുറത്തു കൊടുക്കൂല, എന്നിട്ട് അല്ലാഹ് നമുക്ക് ഇങ്ങനെ പുറത്തു തരണം. ഒന്നുമില്ല, അറിയാതെ എപ്പോഴോ അടിച്ചുവാരിയപ്പോ 2 പ്ലാസ്റ്റിക്കിന്റെ പേപ്പർ മതിലിന്റെ ഇപ്പുറത്തേക്ക് ചാടിയതാ, അതിന് ബഹളുണ്ടാക്കി. 6 മാസം മുമ്പ് അങ്ങനത്തോളെ ഇങ്ങനത്തോളെ എന്റെ വേസ്റ്റ് ഇടുന്ന കുപ്പത്തൊട്ടിയാണോ എന്റെ മുറ്റം എന്നൊക്കെ ചോദിച്ചു. എന്തോ ശൈത്താനീയത്തോട് പറഞ്ഞുപോയി. അതിനുശേഷം 6 മാസമായിട്ട് കൊണ്ടിട്ടില്ല. അപ്പോഴാണ് റമളാൻ അല്ലാഹു അക്ബർ വരുന്നത്. എന്റെ പൊന്നു സഹോദരിമാരെ, ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് പിണങ്ങിയവർ, അകന്നു നിന്നവർ, അവരുടെ മനസ്സിനുള്ളിൽ ഇൽഫത്തിന്റെ സ്നേഹത്തിന്റെ വിത്തുപാകാതെ, കാരുണ്യത്തിന്റെ വിത്തുപാകാതെ, സ്നേഹത്തിന്റെ അമൂല്യമായ ബാന്ധവങ്ങൾ ശക്തിപ്പെടുത്താതെ അല്ലാഹുവിനോട് കാരുണ്യം ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇസ്രായേൽ കുടുംബത്തിൽ ഒരു പെണ്ണ് ജീവിച്ചിരുന്നു. അവിടെ ഒരു പൂച്ചയെ വളർത്തി. ആ പൂച്ച എന്തോ നെറുകേടൊപ്പിച്ച് വേണ്ടാത്ത ചെയ്തു. ആ പൂച്ചയോട് ദേഷ്യം തോന്നിയപ്പോ ആ സഹോദരി ആ പൂച്ചയെ ചെങ്ങലയിൽ കെട്ടിയിട്ട് പുറത്തു പോകാൻ അനുവദിച്ചില്ല. ചെങ്ങലയിൽ കിടക്കുന്ന പൂച്ചക്ക് വെള്ളവും ഭക്ഷണവും കൊടുത്തില്ല. ആ പൂച്ച ചെങ്ങലയിൽ കിടന്ന് ചത്തുപോയി. സ്വഹാബാ, നിങ്ങൾ അറിയുമോ ആ ചത്തുപോയ പൂച്ച കാരണോ ആ പെണ്ണ് നാളെ നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. നേരെ മറിച്ചോ, തന്റെ ശരീരം വിറ്റ് ജീവിക്കുന്ന ദുർനടപ്പുകാരിയായ ഒരു പെണ്ണ് മരുഭൂമിയുടെ ഊഷരമായ ഭൂമിയിലൂടെ, വേനൽ ചൂടിന്റെ കാഠിന്യം കൊണ്ട് കട്ടപ്പെടുന്ന മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ആഴമേറിയ കുഴിയിലിത്തിരി വെള്ളം കണ്ടു. തന്റെ കാലിൽ ധരിക്കുന്ന ഖുഫ, ഷൂ ഉപയോഗിച്ചുകൊണ്ട് ആ കുഴിയിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് വായിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോഴാ തന്റെ കാൽച്ചുവട്ടിൽ ചാവാൻ കിടക്കുന്ന ഒരു പട്ടിയെ കാണുന്നത്. ചാവാൻ കിടക്കുന്ന പട്ടിയ ഒരിറക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ അടുത്ത നിമിഷം അത് പിടഞ്ഞു ചാവുകയാ. ആ സമയത്ത് തന്റെ വായിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരിറക്ക് വെള്ളം ആ ചാവാൻ കിടക്കുന്ന പട്ടിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തത് കാരണം ആ ദുർനടപ്പുകാരി പെണ്ണ് നാളെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. കാരുണ്യമാണ് മതം, കരുണയാണ് ഇസ്ലാം.
എന്റെ സഹോദരങ്ങളെ ചിന്തിക്കണം. ഒരുപക്ഷെ അത് ഹജ്ജിനേക്കാൾ, ഒരുപക്ഷെ അത് ഉംറയേക്കാൾ, ഒരുപക്ഷെ അത് നോമ്പിനേക്കാൾ, ഒരുപക്ഷെ നിസ്കാരത്തെക്കാളൊക്കെ പുണ്യം അല്ലാഹുവിനടുത്തതിന് കിട്ടും. ചിലപ്പോ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു ഹീന്റെ ഇത്തിഹാഫിലെ കഥ പറയുന്നു. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥ. ഹജ്ജ് കഴിഞ്ഞുകൊണ്ട് മതാഫിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരശരീരി കേട്ടു, ഈ കൊല്ലത്തെ ഏറ്റവും കാമിലായ ഹജ്ജ് ചെയ്തത് ബാഗ്ദാദിലൊരു ചെരുപ്പ് കുത്തിയിട്ടതാണ്, അബ്ദുള്ളയുടേതാണ്. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല തസൗഫിന് അസ്ഥിവാരമിട്ട സൂഫി ലോകത്തെ മഹാപ്രതിഭയാണ്, മഹാനായ ആളാണ് ആര്? ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല. ഈജിപ്ഷ്യനായ മഹാപണ്ഡിതൻ ഹറമിൽ നിന്ന് ബാഗ്ദാദിലേക്ക് പോയി. ഇക്കൊല്ലത്തെ കാമിലായ ഹജ്ജ് ചെയ്ത മനുഷ്യനെ കാണാൻ വേണ്ടി പോയോക്കി. ഹജ്ജിന് വന്ന ആളുകളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അതിൽ ചെരുപ്പൂത്തിനെ കാണാനില്ല. ചെരുപ്പ് തുന്നി ജീവിക്കുന്ന ആള്. പിന്നെ മൂപ്പര് ഐഡിയ മാറ്റി ചെരുപ്പ് തുന്നിയ ആളുകളെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. എല്ലാ തെരുവും മലഞ്ഞു. അവസാനം ഒരു കൊച്ചുകൂരയിൽ ഒരു വയോവർദ്ധനായ മനുഷ്യൻ ചെരുപ്പ് തുന്നിക്കഴിയുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഹജ്ജിന് പോയിരുന്നോ? ഇത് കേട്ടവിടെ അദ്ദേഹം അതിശക്തമായ കരച്ചിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. ദുന്നൂനുൽ മിസ്രി തങ്ങൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, 30 കൊല്ലമായി ഞാൻ ആളുകളുടെ ചെരുപ്പ് തുന്നി ജീവിക്കുന്നു. ഈ 30 കൊല്ലത്തെ സമ്പാദ്യം ഞാനൊരു ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു വെച്ചു. കഴിഞ്ഞ വർഷം എനിക്ക് ഹജ്ജിന് പോകണം എന്നുള്ള ചിന്തയുമായാണ് പണമേ ഞാൻ ഹജ്ജിന് പോകാൻ ഒരുങ്ങാം. ഞാൻ ഹജ്ജിന് പോകുന്നതിന്റെ തലേ ദിവസം എന്റെ അടുത്ത വീട്ടിൽ നിന്ന് ആട്ടിറച്ചിയുടെ മണം കിട്ടി. നല്ല ആട് വേവുന്നതിന്റെ മണം എന്റെ മൂക്കിലടിക്കുമ്പോ എന്റെ മനസ്സിലൊരു വല്ലാത്ത സങ്കടം. എന്റെ വീട്ടിൽ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ എന്റെ അയൽക്കാരനെ വിളിക്കാതിരിക്കാറില്ല. അതുപോലെ തന്നെ എന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ സദ്യയോ സൽക്കാരമോ ഉണ്ടായാൽ അദ്ദേഹം എന്നെ വിളിക്കാതെ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഭക്ഷണത്തോടുള്ള ആഗ്രഹം കൊണ്ടല്ല. ഞാൻ നാളെ ഹജ്ജിന് പോകുമ്പോ എന്റെ അയൽക്കാരൻ എന്നോട് പിണക്കമാണെങ്കിൽ, അവന്റെ മനസ്സിൽ എന്നോട് വെറുപ്പാണെങ്കിൽ ഞാൻ എന്തിനാണ് ഹജ്ജിന് പോകുന്നത്? അതുകൊണ്ട് ഞാൻ അവന്റെ കഥകൾ ചെന്ന് മുട്ടി, വാതിൽ തുറക്കുന്നത് വരെ മുട്ടി. ഒടുവിൽ കരഞ്ഞുകൊണ്ട് അവൻ വാതിൽ തുറന്നു. ആ സമയത്ത് ഞാൻ അതവനോട് ചോദിച്ചു, നീ എന്താ ആട്ടിറച്ചി, നല്ല ആടിന്റെ മാംസം ഇവിടെ വേവുന്നുണ്ടല്ലോ, അതിന്റെ മണം എനിക്ക് കിട്ടുന്നുണ്ടോ? ഇത്ര നല്ലൊരു സൽക്കാരം ഉണ്ടാക്കുമ്പോ എന്നെ ക്ഷണിക്കണ്ട, എന്നാലും എന്നോടൊന്ന് പറഞ്ഞൂടെ? എന്നോട് നിനക്ക് വെറുപ്പാണോ? നിനക്ക് ഇഷ്ടക്കുറവാണോ? നിനക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഞാൻ ചെയ്തു പോയിട്ടുണ്ടോ? ഇത് കേട്ടപ്പോഴും അയൽക്കാരൻ വീണ്ടും കരയാൻ തുടങ്ങി. പൊരിഞ്ഞ കരച്ചില്. ആ കരച്ചിൽ കണ്ടപ്പോ ഇയാൾക്കൊരു പന്തി കേട്ട് തോന്നി, എന്തിനാ കരയുന്നത്? അവസാനം ഈ അയൽക്കാരൻ പറഞ്ഞു, ഹാദാ ഹലാലുൻ ലീ വഹറാമുൻ ലക്. ഈ അടുപ്പത്ത് വേവുന്ന ആട്ടിറച്ചി എനിക്ക് ഹലാലാ, നിനക്ക് ഹറാമാ. അപ്പൊ ഈ ചെരുപ്പ് തുന്നിയായ മനുഷ്യൻ പറഞ്ഞു, ഞാനും നീയും ഒറ്റ ശരീഅത്തിൽ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെങ്ങനെ നിനക്ക് ഹറാമാകുന്ന എനിക്ക് ഹറാമാകുന്ന എനിക്ക് ഹലാലാവുന്നത്? അദ്ദേഹം പറഞ്ഞു, 3 ദിവസമായി ഞാൻ മാർക്കറ്റിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് വരുന്നു. 1 ദീനാറിന്റെ ദിർഹമിന്റെ വരുമാനം എനിക്കില്ല. എന്റെ മക്കൾ പട്ടിണി കിടന്നുകൊണ്ട് വീടിനുള്ളിലാ. ആ സമയത്ത് 3-ാം ദിവസവും എന്റെ ഭാര്യ പച്ചവെള്ളം കുടിപ്പിച്ച് എന്റെ മക്കളെ കിടത്തി ഉറക്കാൻ പോകുമ്പോ ഞാൻ വീട്ടിലേക്ക് കയറി വരിക. എന്റെ ഭാര്യ പറഞ്ഞു, എന്റെ മക്കൾക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവർ മരിക്കും, അവര് നമുക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് എന്തെങ്കിലും കൊണ്ടുവാ എന്ന് പറയുമ്പോ ഞാൻ വീണ്ടും അലഞ്ഞു തെരഞ്ഞിറങ്ങി. അവസാന റോഡരികിൽ ചത്തു കിടക്കുന്ന ഒരാടിനെ കണ്ടു. നീ അന്നം കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കുകയാണെങ്കിൽ ശവം നിനക്ക് ഹലാലാണെന്നല്ല ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ചത്തു കിടക്കുന്ന ആടിനെ താങ്ങിയെടുത്ത് കൊണ്ടുവന്നു. അതിന്റെ
അതിന്റെ കഴുത്തറുത്തു, അതിന്റെ മാംസങ്ങൾ എടുത്തു, എന്റെ അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുകയാ. അത് എനിക്ക് ഹലാലാ, നിനക്കത് ഹറാമാ. ഇത് കേട്ടപ്പോ ഹജ്ജിന് പോകാൻ ഒരുങ്ങി വെച്ച പണം മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ചെരുപ്പ് തുന്നിയായ മനുഷ്യൻ അടുപ്പിൽ വേവുന്ന മാംസത്തെ അത് ദൂരെ കളയുകയാ. എന്നിട്ട് ഹജ്ജിന് പോകാൻ ഒരുങ്ങി വെച്ച പണം കൊണ്ട് മാർക്കറ്റിൽ പോയി ആ കുടുംബത്തിന് ഒരു നേരത്തെ അന്നമൊരുക്കി കൊടുത്തു. അത് കാരണം എനിക്ക് കഴിഞ്ഞ വർഷം ഹജ്ജിന് പോകാൻ സാധിച്ചില്ല. ആ സമയത്ത് ദുന്നൂറുൽ മിസ്രി റളിയല്ലാഹു അൻഹു ആ സഹോദരനെ വാരി പുണർന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഈജിപ്തിൽ നിന്ന് വന്നിട്ടാ ഹജ്ജ് ചെയ്തത്. പക്ഷേ നിന്റെ ഈ വലിയ മനസ്സില്ലേ, അയൽക്കാരന്റെ പട്ടിണി മാറ്റാൻ നിങ്ങൾ കാണിച്ച ഈ സന്മനസ്സില്ലേ, അത് തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങയുടെ മുമ്പിലേക്ക് ഹറമെത്തിയിരിക്കുന്നു, അങ്ങയുടെ മുമ്പിലേക്ക് മദീന വന്നിരിക്കുന്നു, അങ്ങയുടെ മുമ്പിലേക്ക് മുസ്ദലിഫ് വന്നിരിക്കുന്നു, അങ്ങയുടെ മദീന അങ്ങയുടെ മുമ്പിലേക്ക് സഫയും മർവയും വന്നിരിക്കുന്നു. ഈ കൊല്ലത്തെ ഏറ്റവും സമ്പൂർണമായ ഹജ്ജ് ചെയ്തതിന്റെ പുണ്യം, അയൽക്കാരന് ഒരു നേരത്തെ അന്നം ഒരുക്കി കൊടുത്തതിന്റെ പുണ്യമായി റബ്ബ് നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ ആ മനുഷ്യൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ സന്തോഷത്തോടെ അശ്രുഗണങ്ങൾ കണ്ണീരൊഴുക്കുന്ന രംഗം മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കണോ? നമ്മൾ ആരെയും സഹായിക്കൂല. അവന്റെ കഥയൊന്നും എനിക്കറിയില്ല. ദീൻ തന്നെ എങ്ങനെയാ സഹോദരങ്ങളെ? ചിന്തിക്കണം. ദീൻ എങ്ങനെയാ? മക്കളില്ലാത്തവരുടെ മുമ്പിൽ സ്വന്തം മക്കളെ താലോലിക്കരുത് എന്ന് പറഞ്ഞ് മുഹമ്മദ് റസൂലുള്ളാഹി. മക്കളില്ലാത്തതിന്റെ പേരിൽ വേദനിക്കുന്ന ഒരു ദമ്പതികൾക്ക് മുമ്പിൽ സ്വന്തം മക്കളെ വല്ലാതെ താലോലിക്കരുത്. മക്കളില്ലാത്തതിന്റെ പേരിൽ അവർക്ക് സങ്കടം ഉണ്ടാവും. മനസ്സിലാണ്ടോ? ഒരു വീട് വെക്കുമ്പോ അയൽവക്കത്തെ വീട്ടിലേക്കുള്ള വായു സഞ്ചാരത്തെ നോക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ. നിന്റെ വീട്ടിലെ അടുപ്പിൽ വേവുന്ന ഭക്ഷണത്തിന്റെ മണം കേട്ട് രുചി പിടിക്കുന്ന മക്കൾ തൊട്ടയിലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് ആ ഭക്ഷണം കൊടുക്കുന്നതിന്റെ ബാധ്യതയെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. മനസ്സും ശരീരവും ഒരുപോലെ സത്യം പറഞ്ഞാൽ അത് കരുണാർദ്രമായെങ്കിലേ അള്ളാഹുവിനോട് കാരുണ്യത്തെ നമുക്ക് തേടാൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടാനാ റമളാനിലേക്ക് വരുന്നത്. സ്വന്തം ഉമ്മനോട് പൊറുക്കാത്തവൻ, സ്വന്തം ബാപ്പനോട് ദേഷ്യം വെച്ച് നിൽക്കുന്നവൻ, സ്വന്തം ജ്യേഷ്ഠനോട് അനുജനോട് പകയും വിരോധം വെച്ച് നിന്നിട്ട് അള്ള പൊറുക്കണമെന്ന് പറഞ്ഞത് എങ്ങനെയോടോ പൊറുക്ക? എങ്ങനെയോടോ അള്ള പൊറുക്ക? അള്ള പൊറുക്കൂല. അതുകൊണ്ട് ബൈ ചാൻസിൽ എന്തോ ബൈ മിസ്റ്റേക്ക് നമ്മുടെ അടുത്ത് വന്നു പോയിട്ടുണ്ടാവാം. ഒരു പിശാച് നമ്മെ സ്വാധീനിച്ചുകൊണ്ട് പിണങ്ങിയിട്ടുണ്ടാവാം. നന്നാവണമെന്ന് രണ്ടാക്കും പൂതിയുണ്ട്. പക്ഷെ ഒരു ഈഗോ. ഞാൻ പറയണോ ആദ്യം സലാം, ഞാൻ ഓന്റെ മൂത്തതല്ലേ, ഞാൻ ഓനെക്കാട്ടിലും പ്രായമുള്ളവനല്ലോ, ഞാൻ ഓന്റെ മുമ്പിൽ പ്രസിഡന്റ് ആയ ആളല്ലേ, ഞാൻ ഓനെക്കാട്ടിലും വലിയ കാറിൽ യാത്ര ചെയ്യുന്നവനല്ലേ, എനിക്ക് ഓനെക്കാട്ടിലും മക്കളുള്ളവനല്ലേ, ഞാൻ ഓന്റെ മുമ്പിൽ ഗൾഫ് പോയവനല്ലേ, ഞാൻ ഈ നാട്ടിൽ ആദ്യത്തെ തറവാട്ടുകാരനല്ലേ, ഞാൻ പിന്നെ എങ്ങനെയാണ് പിന്നെ ഓന്റെ അടുത്ത് എന്നിട്ട് സലാം? ഓൻ വേണമെങ്കിൽ ഇങ്ങട്ട് വന്നോട്ടെ. ഇല്ലേ? നിങ്ങൾ പറയും ഇങ്ങനെയൊക്കെ ഇല്ലേ നമ്മുടെ നാട്ടിൽ? അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി ചോദിച്ചു, നബിയെ, രണ്ടാൾ പിണങ്ങിയാൽ ആരാണ് ഇണങ്ങാൻ ശ്രമിക്കേണ്ടത്? ആരാണ് അതിന് മസ്ലഹത്ത് ശ്രമിക്കേണ്ടത്? മുത്തുനബി ഒറ്റ മറുപടി പറഞ്ഞുള്ളൂ, അഖറബുഹും ഇലല്ലാഹ്. ആ കൂട്ടത്തിൽ അള്ളാന്റെ അടുത്ത് ആരാണോ ഉള്ളത് ഓനാണ് അതിന് ഭാഗ്യം കിട്ടുന്ന മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവര്, സഹോദരങ്ങൾ, സഹോദരിമാര്, കുടുംബങ്ങൾ, അയൽവക്കക്കാര്, പുറത്തു നാട്ടിലുള്ളവര്, ജോലി സ്ഥലത്തുള്ളവര്, ആരെങ്കിലും ഒക്കെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, വെറുപ്പും വിരോധം ഉണ്ടെങ്കിൽ അത് കഴുകിക്കളയാൻ ഈ സദസ്സിന് ഒരു തീരുമാനം എടുത്താൽ ഈ കമ്മിറ്റി ഇന്ന് ഇവിടെ നടത്തിയ പരിപാടി ആ ഒറ്റ കാര്യം കൊണ്ട് സാർത്ഥകമായി അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് അമർത്തി ആമീൻ പറഞ്ഞാൽ അള്ളാഹു തര തൗഫീഖ് തരട്ടെ. ഒരു 10 സെക്കൻഡ് സ്വന്തം മനസ്സായിട്ട് കണ്ണൊന്ന് ചിമ്മിക്കാണ്, എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി, പഠിച്ചോനെ, എന്റെ ജീവിതത്തിൽ
ഞാൻ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ? ആരോടെങ്കിലും എനിക്ക് വെറുപ്പുണ്ടോ? ദീനിയായ ഒരു കാരണമല്ലാതെ എന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ ഞാൻ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ? എനിക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ? ഒന്ന് ലിസ്റ്റ് ചെയ്താണ് എന്നിട്ട് ഒന്ന് ഉറപ്പിച്ചാണ് ഈ റമദാൻ വരുന്നതിന്റെ മുമ്പ് ഞാൻ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കും. ഏറ്റവും മിനിമം ചെന്നിട്ടൊന്ന് സലാം പറയാം. എന്നിട്ട് റമദാനെ ഞാൻ അള്ളാഹുവിനോട് ദ്വാരക്കും. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. മനസ്സിലാണ്ടോ? അള്ളാഹു തൗഫീഖ് അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാതെ അള്ളാഹു തല നമുക്ക് കരുണ ചെയ്യൂല. അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാതെ നമുക്കോട് ജീവിക്കാനും കഴിയൂല. എന്തുണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വലിപ്പം നമ്മളെ ബോധ്യപ്പെടുത്തിയ കാലമാണ് കോവിഡ് കാലം. ഒരു ഭരണാധിപൻ തല തിരിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകുന്ന പിന്നെ മനസ്സിലായില്ലേ? 2000 നോട്ടോ 500 നോട്ടോ പോയതോട് കൂടെ ഇല്ലേ വലിയ വലിയ കോടീശ്വരന്മാർ 2000 ഉറുപ്പിക്ക് 4 ദിവസം ബാങ്കിന്റെ മുമ്പിൽ ATM കൗണ്ടറിന്റെ മുമ്പിൽ വരിങ്ങനെ നിന്ന് പൈസ ഉള്ളോന് ദരിദ്രനായി ഇല്ലേ? കണ്ടില്ലേ നിങ്ങൾ? ഒരു മോദിക്ക് നട്ടപ്പാതിരൊക്കെ ഒരു ഭ്രാന്ത് പിടിച്ചാൽ മതി, അതോടുകൂടെ കഴിഞ്ഞ്. അത്രേ ഉള്ളൂ നമ്മള്. ഇന്റെ അടുത്ത് കുറെ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് വാല്യൂ ഉള്ളെങ്കിൽ അത് വെറും കടലാസാണ്. അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ കടലാസിനെക്കാട്ടിലും മോശം. കടലാസാണെങ്കിൽ എഴുതെങ്കിലും ചെയ്യാം. ഇതതിനും പറ്റാത്ത നമുക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന സാധനം. അതുകൊണ്ട് ഇന്റെ അടുത്ത് അതുണ്ട് ഇതുണ്ടോ ഒന്നും വിചാരിക്കണ്ട. ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. മേപ്പെട്ട് വലിച്ച ശ്വാസം എന്നിട്ട് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ പേര് ഫരീദ് റഹ്മാനി എന്നല്ല, മയ്യത്ത് അല്ലേ? ഫരീദ് റഹ്മാനെ കുളിപ്പിച്ചോന്നല്ല പിന്നെ ചോദിക്കാം, മയ്യത്ത് കുളിപ്പിച്ചോന്നാ. ഫരീദ് റഹ്മാനെ എടുത്തോന്നല്ല, മയ്യത്ത് എടുത്തോ. നമ്മളെ പേരും കൂടി പോയില്ല സഹോദരങ്ങളെ. നമ്മൾ വല്ലാണ്ട് അഹങ്കരിക്കുന്ന അഭിമാനിക്കുന്നത് എന്റെ പേര് ഞാൻ ഫരീദ് റഹ്മാനെയാണ്, കാളിയാവുന്ന മലപ്പുറത്തിന് പേരാണ്. എന്ത് മലപ്പുറം! അള്ളാഹു നമ്മുടെ ആക്കബത്ത് നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഒന്ന് സിമ്പിൾ ആവുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമയുടെ കടലല്ലേ ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞോ, അറബ് കേലിയേ നതു അറബ് കേലിയേ നതു അജമ കേലിയേ നതു അറബ് കേലിയേ നതു അജമ കേലിയേ തുദസ്തുമാൽ ബേകസം കേ ചഷ്മ കേലിയേ. നബിയെ അറബികൾക്ക് മാത്രം വന്ന ദൂതരല്ല, അങ്ങ് അനറബികളിലേക്ക് മാത്രം വന്ന പ്രവാചകരുമല്ല. അങ്ങ് ലോകത്തിന്റെ ഏതൊക്കെ കവിളുകളിൽ കണ്ണീരിന്റെ കിനിവുണ്ടോ, ഏതൊക്കെ കവിളുകളിൽ കണ്ണീർ നനച്ചിട്ടുണ്ടോ, അത് തുടക്കാനുള്ള തൂവാലയാണ്, കർച്ചീഫാണ് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ ആശ്രിതരോട്, നമ്മുടെ കൂടെ കഴിയുന്നവരുടെ ആരുടെയെങ്കിലും കവിളിൽ കണ്ണീരിന്റെ കിനിവുണ്ടോ, അത് തുടച്ചു വൃത്തിയാക്കാൻ, അവിടെ കാരുണ്യത്തിന്റെ തണലാവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നാമത്തെ 10 കാരുണ്യത്തിന്റെ 10, രണ്ടാമത്തത് മഗ്ഫിറത്തിന്റെ 10 ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പുറത്തു കൊടുക്കാം. അള്ളാന്റെ ഇബാദിനോട് പൊറുക്കാത്തവൻ, നാട്ടിൽ ഭൂമിയിലുള്ളവനോട് പൊറുക്കാത്തവൻ, ആകാശത്തുള്ളവൻ പുറത്തു വരില്ല. വിട്ടുവീഴ്ചയാണ് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി എന്നല്ലേ ശ്രീനാരായണ ഗുരുജി മുത്തുനബിയെ കുറിച്ച് ഇങ്ങനെ പാടുന്ന, ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നുള്ള ഒരനുകമ്പയും സദാ. ഒരു പീഡന ഉറുമ്പിനെ ഏൽപ്പിക്കരുത് എന്ന് ആഗ്രഹിച്ച ലോകഗുരു മുഹമ്മദ് മുസ്തഫ. ആ കവിതയിൽ തന്നെയാണ് എന്റെ മധ്യഭാഗത്താണ്, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് മലയാളിയോട് ചോദിച്ച ശ്രീനാരായണ ഗുരുജിയ. എന്തേ കാരണം? അത്രമേൽ കാരുണ്യത്തിന്റെ കടലാണ്, വിട്ടുവീഴ്ചയുടെ പ്രതീകമാണ് മുഹമ്മദ് മുസ്തഫ. ആ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാന്റെ മുന്നോടിയായി നമ്മൾ ആർജിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കരുത്താണ് ക്ഷമിക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരവസ്ഥ, ഒരു മനസ്സുണ്ടാവുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത്തെ 10 ശഹറുൻ അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖുൻ മിനന്നാർ. നരകത്തുനിന്ന് മോചനം കിട്ടേണ്ട കാലമാണ്.
അള്ളാഹുവിന്റെ അഫുവിനെ തേടേണ്ട സമയമാണ് അവസാനത്തെ 10. അങ്ങനെ 3 പോയാൽ എന്റെ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ആലോചിക്കുക. മൻ ഖഫഫ അൻ മംലൂകിഹി ഫീ ഗഫറല്ലാഹു ലഹു വഅതഖഹു മിനന്നാർ. നമ്മോട് കൂടെ നമ്മുടെ ആശ്രിതരായി കഴിയുന്നവരോട് ഒരു വിശാലത കാണിച്ചൊരു വിട്ടുവീഴ്ച ചെയ്താൽ അവനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് മോചിപ്പിക്കും. ഇതുപോലത്തെ ഒരു ശഅബാ മാസത്തിൽ മുത്തുനബി സഹാബത്തിനോട് പറഞ്ഞതാ, ലാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ റസൂൽ സ്വന്തം അഭിപ്രായം പറയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് അറിയിച്ചു കൊടുക്കാത്ത ഒരു കാര്യം അല്ലാഹുവിന്റെ ഹബീബ് അവിടെ പറയൂല. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറയാ, വസ്തഗ്ഫിറൂ മിൻ 4 ഖിസാൽ. അതുകൊണ്ട് തന്നെ റമളാനിൽ 4 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഏതാണത്? ഖസ്ലതൈൻ തുർദൗന ബിഹിമാ റബ്ബക്കും. 2 കാര്യം നിങ്ങൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതാ. വഖസ്ലതൈൻ ലാ ഗിനാഅ ബികും അൻഹുമാ. 2 കാര്യത്തിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനും പറ്റില്ല, ഒഴിവാകാൻ പറ്റില്ല. അമ്മൽ ഖസ്ലതാനില്ലതാൻ തുർദൗന ബിഹിമാ റബ്ബക്കും. നിങ്ങളുടെ റബ്ബ് ഇഷ്ടപ്പെടുന്ന 2 കാര്യം ഏതാണ്? അന്ന് ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്താണ് സഹോദരങ്ങളെ. രണ്ടാമത്തേത് എന്താ? വതസ്തഗ്ഫിറൂനഹു. നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടാന്ന. വഅമ്മൽ ഖസ്ലതാനില്ലതാൻ ലാ ഗിനാഅ ബികും അൻഹുമാ. നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ, നിങ്ങൾക്ക് ഐശ്വര്യവാന്മാരാവാൻ കഴിയാതിരിക്കുന്ന 2 കാര്യം എന്താ? വതസ്അലൂനല്ലാഹൽ ജന്ന. അല്ലാഹുവിനോട് നമ്മൾ സ്വർഗ്ഗം തേടുകയാണ്. വതഊദൂന ബിഹി മിനന്നാർ. നരകത്തിന് കാവലും തേടാം. ഈ സ്വർഗം അല്ലാഹുവിനോട് ചോദിക്കണമെങ്കിൽ, വലിയ കാര്യം ചോദിക്കണമെങ്കിൽ ഡീപ്പ് കണക്ഷൻ വേണം, നല്ല ബന്ധം വേണം. ഒരു പരിചയമില്ലാതെ ഞാനിപ്പോ ഈ മഹല്ലിക്ക് ഇവിടേക്ക് പറയാം, ചെറുജാന അല്ലേ, ഈ ചെറുജാന മഹല്ലിക്ക് ആദ്യമായിട്ട് വരുമ്പോ എന്റെ കാറിന് മുമ്പിൽ ഒരാൾ കൈ അണിച്ചിട്ട് പറഞ്ഞു, അതെ പ്രസംഗിക്കാൻ വരുന്ന ആളാണല്ലേ, എനിക്ക് 1 ലക്ഷം എന്ത് 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 കേട്ടോ 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 എന്താ ചോദിച്ചേ? 1 ലക്ഷം ഒറ്റയടിക്ക് ഞാൻ മനസ്സിലാക്കും. എന്ത് എന്ത് യാക്കെന്തോ സംതിങ് റോങ്. മീറ്ററിൽ എന്തോ ചെറിയൊരു മനസ്സിലാണ്ട് നിങ്ങൾക്ക് എന്ന പോലെ ഇന്ന് വരെ തസ്ബീഹ് ചൊല്ലിയിട്ടില്ല, ഇന്ന് പോലെ ഒരു മര്യാദക്ക് നിസ്കരിച്ചിട്ടില്ല, അള്ളാഹ് ഒരു ബന്ധമില്ല. എന്നിട്ട് അള്ളാഹിനോട് പറയാണ്, പക്ഷേ എനിക്ക് സ്വർഗം കൊണ്ടാണ്. സ്വർഗം എങ്ങനെയാണ്? സ്വർഗം എന്ന് പറഞ്ഞാൽ മോഹിച്ചതെത്തുന്നുണ്ട്, ഫോൺ വിളിക്കണ്ട. ഒഴുകുന്ന നീരടുത്തുണ്ട്, സ്ക്രൂ തിരിക്കണ്ട. കാലപ്പഴക്കം കൊണ്ട് നീ മുഷിയണ്ട. 33 കവിയണ്ട. കിളക്കണ്ട, പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട. നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. എല്ലാത്തിനും ആഗ്രഹിച്ച മതി കിട്ടുന്ന ലോകാണ് സ്വർഗം. ദുനിയാവിൽ ആവശ്യങ്ങളെ നടക്കുള്ളൂ, ആഗ്രഹങ്ങൾ ഇങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയൊന്നിച്ചാണ്. മിനിമം സ്വർഗ്ഗെങ്കിലും ആഗ്രഹിക്കൂലേ? ആഗ്രഹം ഇല്ലാത്തവര് ദുനിയാവിൽ ആഗ്രഹങ്ങളെ ചിറകുകൾ മേലോട്ടാ. മരണം ആസന്നമാകുന്നത് വരെ നിങ്ങളുടെ മോഹങ്ങളുടെ ചിറകടിച്ച് പറന്നുകൊണ്ടിരിക്കും. മണ്ണിനല്ലാതെ നിങ്ങളുടെ മോഹങ്ങൾക്ക് അറുതി വരുത്താനാവില്ലെന്ന് മുഹമ്മദ് മുസ്തഫ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദുനിയാവ് അങ്ങനെയാണ്. സ്വർഗോ മോഹിച്ചതെത്തുന്നുണ്ട്, ഫോൺ വിളിക്കണ്ട. ഒഴുകുന്ന നീരടുത്തുണ്ട്, സ്ക്രൂ തിരിക്കണ്ട. ഒന്ന് ടാപ്പ് തിരിക്കും കൂടി വേണ്ട. പാലും തേനും ഒഴുകുന്ന അതിഫ്രഷായ അരുവികൾ കാൽച്ചുവട്ടിലൂടെ ഒഴുകിപ്പോകുമ്പോ അൽഹംദുലില്ലാഹ് ആഗ്രഹിക്കുന്ന പഴങ്ങളുടെ കൊമ്പ് ചാഞ്ഞു വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ആഗ്രഹിക്കുന്ന ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ സങ്കല്പിക്കാൻ കഴിയാത്തത്ര. ഒരു മനുഷ്യന് നൽകും ആകാശഭൂമിന്റെ ഇടയിലുള്ള അത്ര വിശാലമായ സ്ഥലം.
ആകാശം ഭൂമി എത്ര ദൂരം ഉണ്ടെന്നൊന്നും ഇതുവരെ എപ്പോഴും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. സൂര്യൻ നമ്മളൊക്കെ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് 9 കോടി എന്നേ പറഞ്ഞിരുന്നത്. ഇപ്പൊ 14 കോടി 96 ലക്ഷം കിലോമീറ്റർ 15 കോടി കിലോമീറ്ററിന്റെ സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യൻ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന നക്ഷത്രമാണ്. സൂര്യനേക്കാൾ 300 ഇരട്ടി വലുപ്പമുള്ള ഒറിയോ നക്ഷത്രത്തെ കുറിച്ചൊക്കെ നാസ കണ്ടെത്തി. അതിനപ്പുറത്തേക്ക് അങ്ങനെ കോടാനുകോടി നക്ഷത്രങ്ങൾ ഉള്ളതാണ് ഒരു ഗാലക്സി. അങ്ങനെ കോടിക്കണക്കിന് ഗാലക്സികളുടെ മുകളിലാണ് ഒരു ആകാശം. ഒരു മനുഷ്യൻ അല്ലാഹു തആല സ്വർഗം കൊടുക്കണം, അത്ര വിശാലമായ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ലോകം. എന്നിട്ട് യാതൊരു ബന്ധമില്ലാത്തവൻ ചെന്നിട്ട് അള്ളാഹിനോട് ചോദിക്കാണ്, അസാൽക്കാൽ ചേട്ടന്റെ ഭക്ഷണം എനിക്ക് സ്വർഗം വേണ്ട. 5 വക്ത് നിസ്കരിക്കാൻ പറഞ്ഞവന് ഒഴിവില്ല, സത്യം പറയാൻ പറഞ്ഞ അതിന് ഒഴിവില്ല, കള്ളു കുടിക്കരുത് പറഞ്ഞ അതിന് ഒഴിവില്ല, പിന്നെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ അതിന് ഒഴിവില്ല, ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞ അതിന് പോയിട്ടില്ല. ഇങ്ങനത്തെ വന്നിട്ട് അള്ളാഹിനോട് ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സഹോദരങ്ങളെ, അള്ളാഹുവിനോട് വലിയ കാര്യം നമ്മൾ ചോദിക്കുന്നത്. ആ ചോദിക്കണമെങ്കിലുള്ള ബന്ധം അള്ളാഹുവിന്റെ സ്മരണ. അതിനാണ് ദിക്റും ദുആയും സ്വലാത്തും ഹദ്ദാദും റാത്തിയും ഖുതുബിയത്തും മാലയും മൗലിദും മജ്ലിസുൻ നൂറും. ഇങ്ങനെ ആത്മീയമായി നമ്മൾ ഉയർച്ചയ്ക്ക് സഹായകമാകുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തും പറഞ്ഞ് മുന്നോട്ട് പോകണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ റമളാൻ റിദ്വാനിന്റേതാണ്, സംതൃപ്തിയുടെ. മഹാനായ ഔസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റമളാനെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? പുണ്യയിൽ നമുക്ക് കാണാൻ സഗനിത്ത് താലിബിയനിൽ മൊയ്തീൻ ശൈഖ് പറയുന്നുണ്ട്, റമളാനിലെ റിദ്വാനാണ്, തൃപ്തി ഉണ്ടാവും, അള്ളാഹിന്റെ പൊരുത്തം കിട്ടണം, നമ്മുടെ തൃപ്തി ഉണ്ടാവും. റമളാനിലെ മീമ് മഹബത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്. റമളാനിലെ ലാദ് ലമാനിൻ്റെതാണ്, സംരക്ഷണം കിട്ടണം. റമളാനിന്റെ അലിഫ് ഇൽഫത്തിൻ്റെതാണ്, ഇണക്കത്തിൻ്റെതാണ്. റമളാനിന്റെ നൂറിൻ്റെതാണ്, പ്രകാശത്തിൻ്റെതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 പ്രകാശമാണ്. ഒന്ന് ഖബറിലെ നൂറ്, നാളെ മഹ്ശറയിലെ നൂറ്. ഇത് 2 ഈ പ്രകാശം ദീപ്തമാവണമെങ്കിൽ നമ്മൾ റമളാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ പറ്റണം. അതുകൊണ്ട് സഹോദരങ്ങളെ, പണ്ടത്തെ റമളാൻ നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പട്ടിണിയും പ്രയാസമുള്ള ഒരു നോമ്പ് കാലായിരുന്നു. ഇന്നിപ്പോ നമ്മൾ റമളാനിൽ വലിയ ത്യാഗം ചെയ്യേണ്ടതെന്ന് ആർക്കും തോന്നണ്ട. സത്യം പറഞ്ഞാൽ സാധാരണ കാലങ്ങളിൽ പകല് ഭക്ഷണം കഴിക്കും, രാത്രി ഉറങ്ങും. റമളാനില് രാത്രി ഭക്ഷണം കഴിക്കും, പകല് ഉറങ്ങും. മാത്രമല്ല റമളാനിൽ എല്ലാരും പ്രഷർ കൂടാണ്, റമളാനിൽ എല്ലാരും കൊളസ്ട്രോൾ കൂടാണ്, റമളാനിൽ വെയിറ്റും കൂടാണ്. മാത്രമല്ല എന്റെ കാളിയാവില് ഒരിക്കൽ പിന്നെ റമളാൻ മാസപ്പിറവി കണ്ടപ്പോ പിള്ളേര് അങ്ങാടിയിൽ പടക്കം പൊട്ടിച്ചു. ഞാൻ അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയ കൊല്ലാണ്, 1999. അങ്ങനെ പിന്നെ അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഒരു ഉമർ ഖത്താബ് ആകാനുള്ള ഒരുക്കത്തിലല്ലേ, മഹല്ലൊക്കെ പാടം കെട്ടി ഇസ്ലാമിക സാമ്രാജ്യമാക്കാനുള്ള അങ്ങനെയുള്ള ഒരു പുറപ്പാടുള്ള സമയമാണ്. അങ്ങനെ ഞാൻ പടക്കം പൊട്ടിച്ച പയ്യന്മാരൊക്കെ പള്ളിക്ക് വിളിപ്പിച്ച് ഞാൻ അവരോട് ചോദിച്ചു, എന്താടാ എന്ത് പണിയായി കാണിക്കുന്നത്? ഇത് പൂരപ്പറമ്പ, റമളാൻ ഉത്സവത്തിന് പിന്നെ കൊടിയേറ്റ് നടക്കുക, റമളാനിന്റെ മാസപ്പിറവി കാണുമ്പത്തിന് എന്തിനാ ഞങ്ങൾ പടക്കം പൊട്ടിച്ചു ചോദിച്ചു. അപ്പോ കുറെ എന്റെ ചീറ്റൊക്കെ കേട്ട് ഒരുത്തണയിലും എന്നോട് പറഞ്ഞു, ഉസ്താദെ സത്യം പറഞ്ഞാൽ എനിക്ക് പെരുന്നാൾ വരുന്നതിനുള്ള സന്തോഷം റമളാൻ വരിക. പെരുന്നാൾ പറഞ്ഞ ഒരു വരവ് ഒരു പോക്കുമാണ്. നോമ്പ് അങ്ങനെയല്ല, 30 ദിവസം നോൺ വെജ് ഇല്ലാത്ത പ്രശ്നമില്ല. ഒന്നുകിൽ ബീഫ്, അല്ലെങ്കിൽ ചിക്കൻ, അല്ലെങ്കിൽ മട്ടൻ, എന്തായാലും. മാത്രമല്ല റമളാൻ വരുമ്പത്തിന് എന്റെ വാപ്പ തിരൂര് പോയിട്ടാണ് ഈത്തപ്പഴം കൊണ്ടുവരാൻ, നല്ല ഒറിജിനൽ അസലി സാധനം കിട്ടാൻ വേണ്ടി. മാത്രമല്ല അമേരിക്കന്റെ പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ച ആപ്പിളും, കാബൂളിന്റെ മുന്തിരിയും, കാശ്മീരിന്റെ ഓറഞ്ചും ഒക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോ തലശ്ശേരിക്കാരെ വെല്ലുന്ന രീതിയിലുള്ള പലഹാരങ്ങളും അതേപോലെ തന്നെ പഴങ്ങളും എന്തിനു പറയണം, രാത്രി ഫുൾ ഖുശിയാണ്. അങ്ങനെ 30 ദിവസം ഇതിങ്ങനെ ആനന്ദിച്ച് ആഘോഷിച്ചു പോകുമ്പോ സ്വാഭാവികമായിട്ടും റമളാനെ ആചരിക്കാനാണ് അള്ളാന്റെ ദീൻ നമ്മോട് പറഞ്ഞത്, റമളാനെ ആഘോഷിക്കാനാണ് നമ്മൾ മെനക്കെട്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് നിങ്ങൾക്ക് അറിയാലോ, ഒരു ഈ കാരക്ക, അത് ആ 10 പൈസക്ക് ഒട്ടകം കിട്ടുന്ന സാധനം നമുക്ക് കിട്ടിയത്. അതന്നെ ഒരു 15 കഷ്ണാക്കിയിട്ട് ചെറിയൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടാവും, പല്ല് കുത്താൻ പാത്രത്തിലാക്കിയിട്ട്. അതുകൊണ്ടായിരുന്നു നമ്മള് ശരിക്ക് നോമ്പ് തുറന്നിരുന്നത്. മഹാനായ ഷെയ്ഖുന ഉസ്താദ് ചെറുമോത്ത് ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹാനായ ഉസ്താദ് അവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന മുത്തഖ്ങ്ങളിൽ അവരെ നമ്മയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ദീനിന് ദീർഘകാലം ഇഖ്ലാസോടുകൂടെ നേതൃത്വം കൊടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല മഹാനായ ശൈഖുനക്കും നമുക്ക് അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും അവരുടെയും ഒക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കും. എല്ലാവരും ഇരുന്നോളെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാലത്ത് റമദാന്റെ നോമ്പ് തുറ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ലളിതമായിരുന്നു. ഇന്ന് ആദ്യം ഒരു നോമ്പ് തുറയും പിന്നെ ഒരു നിറയുമാണ്. ആദ്യം ഒന്ന് തുറന്ന് പിന്നൊന്ന് നിറച്ചിട്ടാ പോവാ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊക്കെ കൂടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ജ്യൂസും ഐറ്റംസും തണുപ്പ് ഐറ്റംസ്, കോൾഡ് ഐറ്റംസ്, അങ്ങനെ ഹോട്ട് ഐറ്റംസ് വേറെ, അത് കഴിഞ്ഞിട്ട് ബിരിയാണിയും പത്തിരിയും പൊറോട്ടയും ഒക്കെ പാടെ കൂടി അങ്ങനെ പോകാൻ നേരത്ത് അതിന്റെ അപ്പുറത്ത് കുറച്ച് സ്വീറ്റ്സ് അവിടെ കിടക്കണം. ഇതൊക്കെ പാടെ തിന്നിട്ട് ഇതൊക്കെ ഒരു മണിക്കൂറിനുള്ളിൽ അതൊക്കെ നടക്കണത്. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തെ ഇശാബാങ്ക് കൊടുക്കും, തറാവി നിസ്കരിക്കണം എന്നൊക്കെ പൂതിയുണ്ട്. പക്ഷേ പിന്നെ എന്താ പറയാ, റുക്കോക്ക് പോകുമ്പോഴത്തേനും സുജൂദക്ക് വീഴാണ്. അവനാവതില്ല. എന്താ കാട്ട, ചേര മുണങ്ങിയ പോലെ ഇവനിങ്ങനെ വഴിച്ച് നടക്കുകയാണ്. ആ സമയത്ത് തറാവിക്ക് പോകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് ഉമ്മ വിളിക്കുക, മോനെ ആ വെറുവായിട്ട് പോവല്ലേ, ജീരകക്കഞ്ഞി കുറച്ച്. ശ്വാസം വിടാൻ വയറ്റിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതിക്ക് ജീരകക്കഞ്ഞിയും ഫിറ്റാക്കി. അങ്ങനെയൊക്കെ കൂടി ആയിട്ട് സത്യം പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, ഇപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ പോരുമ്പോ ശ്രദ്ധിക്കണുണ്ട്. അപ്പൊ ഓരോരുത്തർ 50 കിലോ അരിയൊക്കെ പൊടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ റമദാൻ വരട്ടെ കാണിച്ചു തരാന്ന് ഇങ്ങനെ. കാരണം പകല് എന്തെങ്കിലും ചെറിയൊരു നിയന്ത്രണം ഉണ്ടാകണേന് അതിന്റെ 3 ഇരട്ടി രാത്രി കഴിച്ചിട്ട് മയങ്ങാണ് നമ്മൾ. ആ രാത്രി കഴിച്ച ഭക്ഷണത്തിന്റെ ക്ഷീണം തീർക്കാണ് പകല്. വിവാദത്തിനൊന്നും സമയമില്ല. എന്റെ സഹോദരിമാരോട് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങൾ വെറും വെക്കാനും വിളമ്പാനും മാത്രമായിട്ട് ഒരു ജ്യൂസ് ഓതാൻ നേരം കിട്ടണില്ല. കാരണം എന്താ, ഉച്ചയായ തുടങ്ങണ ഒരു നോമ്പ് തുറക്കാനുള്ള സംഗതി, രാവിലത്തെ അത്താഴത്തിന്റെ ഇതൊക്കെ കൂടി കഴുകി വൃത്തിയാക്കി കുളിച്ച് അടക്കി തുടക്കി കഴിയുമ്പോഴത്തേനും 3 മണിയായി. ചുരുക്കി പറഞ്ഞാൽ ഉണ്ടാകലും കഴുകലും കുളിത്തും തീറ്റിക്കലും അത് കഴിക്കലും അല്ലാതെ ഒരു വിഭാഗത്തിന് സമയം കിട്ടണില്ല. ഇന്ന് നമുക്ക് ഒരുപാട് സംഗതികൾ അവൈലബിൾ അല്ലേ. നോമ്പ് തുറക്കണ സമയത്ത് വളരെ ലളിതമായി 1-2 ഐറ്റംസ്, അത് തന്നെ പറ്റുമെങ്കിൽ ഫ്രൂട്ട്സ് കൊണ്ടൊക്കെ ഒപ്പിച്ച തറാവി കഴിഞ്ഞിട്ട് ഒരു ഹെവി ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. അത്താഴമൊക്കെ പാകത്തിനാക്കുക. നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവിനെയൊക്കെ നിറയുന്ന പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും മോശം വയറാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് ഒരിക്കലും നിറച്ചു വെക്കരുതേ. തുലത്ത് 1/3 ഭക്ഷണത്തിനും 1/3 വെള്ളത്തിനും 1/3 ശ്വാസം കഴിക്കാനും ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ മക്കളെ. ഇങ്ങനെ ടേബിള് നിറക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മത്സരം. ആ നിറച്ചത് മുഴുവൻ അകത്താക്കുക എന്നുള്ള രീതിയിൽ ഭക്ഷണത്തിന്റെ ഒരു നിയന്ത്രണം. എല്ലാം പൊരിച്ചത് മുഴുവൻ എന്തൊക്കെ കിട്ടുക. അപ്പൊ ഞാൻ നിലമ്പൂർ കഴിഞ്ഞ ദിവസം നോമ്പുറക്ക് കഴിഞ്ഞെല്ലാം കൂടി. അപ്പൊ ഞാൻ എന്റെ മേശപ്പുറത്തിരിക്കുന്ന സാധനം വിവിധ ഐറ്റംസ് എങ്ങനെയൊക്കെ മനസ്സിലാണില്ല, എന്തൊക്കെ തിരിയണില്ല. അപ്പൊ ഞാനൊരാളുടെ ഇതിങ്ങനെ എടുത്തിട്ട് എന്താണ് ചോദിച്ചു. ആ കാക്കനോട് പറഞ്ഞു, എന്താണെന്നൊന്നും അറിയില്ല കുട്ടിയെ, തിന്നാ രസമുണ്ട്, അങ്ങനെ തിന്നോട് കാരണം എങ്ങനെ. അപ്പൊ ചുരുക്കി പറഞ്ഞത് എന്താണ് കഴിക്കണതെന്ന് എത്രയാ തിന്നണമെന്ന് വെച്ചാൽ അതൊരു കണക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർമാരെ തിന്ന 2 കാര്യമുള്ളത്. മെലിഞ്ഞ ആൾക്കാർ തടി കൂട്ടാനുള്ള പണിയിലാണ്, തടി പൊണ്ണത്തടി ആയി നോക്കുമ്പോൾ ഇത് കുറക്കാനുള്ള പണിയാണ്. ഇത് ഈ 2 മത്സരമാണ് ഇപ്പൊ നമ്മുടെ കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10-50 ആകുമ്പോഴത്തേനോ ഡോക്ടർമാർ പറയാൻ തുടങ്ങി, നിങ്ങൾ ഒരു 3 കിലോമീറ്റർ തെക്കോട്ടും 3 കിലോമീറ്റർ വടക്കോട്ടും നടന്നോടി, അങ്ങനെ ഒരു 7 കിലോ ഒരു മാസം കൊണ്ട് കുറക്കണം, അല്ലാതെ നിവൃത്തിയില്ല, കഥപ്പാണ്, ബുദ്ധിമുട്ടാണ്, പഠിച്ചാൽ രോഗം തരുമെന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഈ സൗകര്യം കിട്ടി വെക്കുമ്പോ എല്ലാം മറന്ന് ഭക്ഷണത്തിനോട് അമിതമായ ആർത്തി വന്ന് നമ്മളിങ്ങനെ പോകുന്നതിനപ്പുറത്ത് റമദാനിൽ ചെറിയൊരു നിയന്ത്രണം ഈ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവുകയും, എന്റെ സഹോദരിമാർ ഒരു റമദാൻ മെനു, അതിനൊരു ഹെൽത്ത്, അതിനൊരു ആരോഗ്യപൂർണമായ ഒരു പ്ലേറ്റ്
പ്ലേറ്റ് ഒരു കൃത്യമായി ഒന്ന് പഠിച്ചിട്ട് വേണം. ഇല്ല കിട്ടിയതൊക്കെ പാടെ പൊരിക്കാനും കിട്ടിയതൊക്കെ പാടെ തീറ്റിക്കാനും ഇനി ഇതൊക്കെ പാടെ ഉണ്ടാക്കിയിട്ട് തിന്നിട്ടില്ലെങ്കിൽ ഓൽക്കും സങ്കടമാണ്. അതുകൊണ്ട് അങ്ങനെ കുട്ടികളെ വലിച്ചിട്ട് വത്തക്കൊക്കെ ഒരു വത്തക്കാണ് മുറിച്ച് വെക്കാണ്. എന്നിട്ട് നേരം വെക്കുന്നത് അവനെ തിന്നടാന്ന്. ഈ കുട്ടി സത്യം പറഞ്ഞാൽ പിന്നെ വിവാദത്തിനും ബാക്കി സംഗതികൾക്കൊന്നും കഴിയണില്ല. അപ്പൊ അതുകൊണ്ട് ഒരു മിതഭക്ഷണം നമ്മൾ ശീലിക്കുകയും റമദാൻ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിന്, ശരീരത്തിന്, നമ്മുടെ ആത്മാവിന് ഒക്കെ നല്ലൊരു അഭിവൃദ്ധി, ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ മാറണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആരെങ്കിലും നാല് ചെയ്യണം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ കൂടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഏകദേശം ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതുണ്ട്. രാവിലെ ക്ലാസ് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് തൽക്കാലം ഉസ്താദിൻ്റെയും സദസ്സിൻ്റെയും ഒക്കെ അനുവാദത്തോടു കൂടെ ദുആ തുടങ്ങിയിട്ട് പോകുന്നൊരു അതുപോലുണ്ട്. നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. റഹ്മാനായ റബ്ബ് നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ വരുന്നത് കാളികാവ് നിന്നാണ്. മലപ്പുറം നിലമ്പൂരിൻ്റെ അടുത്തുള്ള കാളികാവ് നിന്നാണ്. ഞാൻ അവിടെ നാട്ടിൽ ചെറിയ 1-2 സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇത് ഹീമ ഹെവൻ ഓഫ് ഇന്റിമസി ആൻഡ് മെഴ്സിഫുൾ അറ്റ്മോസ്ഫിയർ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. ഈ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന, സംരക്ഷിക്കാൻ ആരുമില്ലാതെ റോഡരികിലും ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കിടക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽപ്പെട്ട എല്ലാവരും ഉണ്ടാവും, അത്തരം ആളുകളെ ഏറ്റെടുത്തിട്ട് മരണം വരെ ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ സംരക്ഷിക്കുന്ന 3 ഏക്കർ സ്ഥലത്ത് ഏകദേശം 5 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് 2 ക്ലിനിക്കും 5 വില്ലകളും അതേപോലെ ഒരു ഡയാലിസിസ് യൂണിറ്റും ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റും ഒരു കൗൺസിലിംഗ് സെന്ററും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു മഹത്തായ ഒരു സ്ഥാപനമാണ്. അൽഹംദുലില്ലാഹ് 240 ആളുകളെ കഴിഞ്ഞ 7 കൊല്ലം കൊണ്ട് തെരുവിന്ന് ഏറ്റെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 73 ആളുകൾ എൻ്റെ കയ്യിൽ കിടന്ന് മരിച്ചു. ഇന്നും ബാക്കിയുള്ള ആളുകളോട് സംരക്ഷിച്ചു പോകുന്നു. ഒരു 7 മെഷീനുകളുടെ ഡയാലിസിസ് യൂണിറ്റ് സൗജന്യമായി അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഞാൻ ഈ കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളതിൻ്റെ കൃത്യമായൊരു ഫീൽ നമ്മൾ അനുഭവിക്കണം. 10 ലക്ഷം റുപ്യ ഒരു മാസം അതിൻ്റെ ചെലവിന് വേണം. റിസീവർമാരില്ല, ആരുടെ പിരിവിന് പോകലുമില്ല. അള്ളാന്റെ വലിയൊരു കുതിരത്ത് എന്ന് പറയാം. അവിടെ ആളുകൾ വരുന്നു, അവർക്കുള്ള ചെലവ് അവിടെ തന്നെ അവർ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഒരു റിസീവർമാർ ഒരാൾക്ക് പോയിട്ടില്ല. എനിക്കിങ്ങോട്ട് പറയാനുള്ളത്, കുറേ ടൂറും യാത്രയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾ ആ സ്ഥാപനം വന്നൊന്ന് കാണണം. നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ആ സ്ഥാപനം വന്നൊന്ന് കാണണം. ആരും ഉമ്മ എന്ന് വിളിക്കാൻ, ഉപ്പ എന്ന് വിളിക്കാൻ ലോകത്ത് ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട് തെരുവിൽ കഴിയുന്ന കുറേ ഉമ്മാരും ഉപ്പാരും നിങ്ങളുടെ കണ്ണിൽ നോക്കി നിൽക്കുന്നുണ്ടാവും. അവർക്ക് എന്തെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കാൻ, അവർക്ക് ഒരു ലഡു മേടിച്ചു കൊടുക്കാൻ, ഒരു മിഠായി മേടിച്ചു കൊടുത്താൽ അവർക്ക് ഈ ലോകം മുഴുവൻ കൈയടക്കി ഒരു സന്തോഷം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒന്നും പറ്റിയില്ലെങ്കിലും അള്ളാഹുവിൻ്റെ അടുത്ത് ആ സേവനം മഖബൂലായി കിട്ടാൻ വേണ്ടി, സ്വീകരിച്ചിട്ടാൻ വേണ്ടി കൊണ്ട് ആർക്കണം. ഇനി വരാൻ പറ്റാത്തൊരു യൂട്യൂബിൽ ഹീമ HIMA ഹിമ കെയർ ഹോം കാളികാവ് നടിച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ഏതായാലും ആ സ്ഥാപനത്തെ കുറിച്ച് മനസ്സിലാക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. നിങ്ങൾ ആരെങ്കിലും ഒക്കെ അവിടെ വരും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വരൂലേ? ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ? അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മൾക്കിടയിലുള്ള ഈ ബന്ധം, ദീനിന്റെ പേരുള്ള ആത്മബന്ധം നാളെ അർശിന്റെ തന്നെ കിട്ടാൻ കാരണമാക്കി തരട്ടെ. വരാനിരിക്കുന്ന റമളാനെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് യാത്രയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മെ മരിച്ച് ഖബറിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ നടത്തുന്ന മറ്റൊരു സ്ഥാനം ഡെക്സ്ഫോർഡ് IQ പാർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡെക്സ്ഫോർഡ് ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ, ഡെക്സ്ഫോർഡ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഡെക്സ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പോർട്സ് ആൻഡ് വെൽനസ്, ഡെക്സ്ഫോർഡ് സ്കിൽ ഗാർഡൻ എന്ന 4 സ്ഥാപനങ്ങൾ നടന്നു വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ മഹല്ലിൽ ഈ ഐക്യവും ഈ ഒരുമയും ഈ ഡെഡിക്കേഷനും ഈ ഒരു കൂട്ടായ്മയൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. അള്ളാഹു ഖിയാമ വരെ നിലനിർത്തി തരട്ടെ. ഇതിനു വേണ്ടി കഴിഞ്ഞ കാലത്ത് അധ്വാനിച്ചവർക്കൊക്കെ ഇതിന്റെ മിത്രസഭ അള്ളാഹു അവരുടെ അപകടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. നാളെ ഈ റമളാനെ സ്വീകരിക്കാൻ നമ്മളുണ്ട്. കഴിഞ്ഞ റമളാൻ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന പലരെയും നമ്മളാണ് ഖബറിലേക്ക് കൊണ്ടുപോയി. അടുത്ത റമളാൻ ഇതുപോലത്തെ ഒരു വേദി വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾക്ക് വേണ്ടി വേർക്കാൻ ഇവിടെ നമ്മുടെ മക്കളും പ്രിയപ്പെട്ടവരാകും. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അള്ളാഹു നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നന്ദിയുള്ള പിന്മുറക്കാർ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് മാത്രം വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പരിപാടി അവസാന ഘട്ടത്തിലാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഉസ്താദ് പോയേക്കാണ് പോരും. അതിനുശേഷം നമുക്ക് ദുആ ചെയ്ത് പിരിയേണ്ടതുണ്ട്.
ശീലനിയായി ലഭിക്കുന്ന ചെറിയൊരു ഭക്ഷണം അത് 3 ആളിൽ കൂടുതൽ വീടുകളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു 3 ആൾ വരെ വാങ്ങിക്കുക. ഒരു വീട്ടിൽ നിന്ന് 3-ൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ 3 ആളുകൾ വരെ വാങ്ങിക്കുക. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് കിറ്റ് പോരായിക വരരുത്. എല്ലാവരും തിക്കും തിരക്കും ബഹളം കൂട്ടാതെ സഹകരിക്കണം എന്നതിന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.